اللهم حوالينا ولا علينا اللهم حوالينا ولا علينا اللهم على الآكام والجبال ومنابت الشجر. അല്ലാഹുമ്മയുടെ ദുആ സ്വീകരിക്കട്ടെ. ആമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ സ്വഹാബി ജഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപത്തിൽ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ഹദീസ് ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും കാണാൻ കഴിയും. അവിടുത്തെ വഫാത്തിന്റെ 80 ദിവസം മുമ്പാണ്. നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് യാത്ര അടയാളമോ ക്ഷീണമോ ഒന്നും കാണാത്ത ഒരു വഴിയാത്രക്കാരനെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഹബീബായ തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപിടി ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുമ്പോൾ സദഖത, അങ്ങയുടെ മറുപടി ശരിയാണല്ലോ നബിയെ എന്ന് ശരിവെക്കുകയും ചെയ്ത് അത്ഭുതകരമായൊരു ഹദീസ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ ഇരിക്കുന്ന ഒരു സദസ്സിൽ നടന്ന വലിയൊരു അത്ഭുതമുണ്ട്. ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് എന്നാണ് പണ്ഡിത ലോകത്ത് ഈ ഹദീസിന് അറിയപ്പെടുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പ്രമുഖമായ 2 അടയാളങ്ങളെ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് ആ ഹദീസിലാണ്. ലോകാവസാനമാകുമ്പോൾ ആകാശം മുട്ടവരുന്ന വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതും മക്കൾ മാതാപിതാക്കളോട് അടിമകളെപ്പോലെ പെരുമാറുന്ന കാലം, അനാദരവ് കാണിക്കുന്ന കാലം എന്ന 2 ഹദീസുകൾ, 2 സൂചനകൾ നബി തങ്ങൾ കൊടുത്ത ഹദീസ് കൂടിയാണ് ഈ ദീർഘമായ ഹദീസ്. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ചോദിച്ചു, നബിയെ ഇസ്ലാം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം നബിയെ. അപ്പോ ഒരു ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉത്തരമറിയാത്ത ആളാണല്ലോ ചോദിക്കുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം കൊടുക്കുന്നു. ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതുഖീമസ് സ്വലാഹ് വതുഅ്തിയസ് സകാ വതസൂമ റമളാന വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാമിന്റെ 5 റുക്നുകളും പറഞ്ഞു കൊടുത്തു. 5 ഇസ്ലാമിന്റെ the primary articles of Islam. ഇത് 5ഉം പറഞ്ഞു കൊടുത്തപ്പോ കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ നബിയെ. അപ്പൊ സ്വഹാബിമാർക്ക് അറിഞ്ഞില്ല ഈ ചോദിക്കുന്ന ആൾ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന്. അവരൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു. അടുത്ത ചോദ്യം വരുന്നു, വമൽ ഈമാൻ, എന്താണ് നബിയെ ഈമാൻ? ഖാല അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഈമാനിന്റെ 6 റുക്നുകളും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം സദഖത, നിങ്ങൾ പറഞ്ഞ മറുപടി ശരിയാണ്. 3ാമത്തെ ചോദ്യം വന്നത് ഇതാണ്. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്താണ്? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം അറബ് ഭാഷയിൽ ഏറ്റവും നല്ല നന്മ ചെയ്യുക എന്നാണ്. ഒരു മനുഷ്യന് ഈ ഭൂമി ലോകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ അൻ തഅബുദല്ലാഹ്, നീ ഇടപെടുന്ന എല്ലാ ഇബാദത്തുകളിലും കഅന്നക തറാഹ്, അല്ലാഹുവിനെ കാണുന്ന പോലെ നമ്മൾ ഇബാദത്ത് ചെയ്യലാണ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വലാത്തും നമ്മുടെ വഅദും നമ്മൾ ഇരിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ വീട്ടിലെ പെരുമാറ്റങ്ങളും സമൂഹത്തിലെ ഇടപെടലുകളും എല്ലാം കഅന്നക തറാഹ്, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം മാത്രമല്ല, എല്ലാ ഇബാദത്തും. ഒരു മുഅ്മിനിന്റെ ജുല്ലു അഅമാലിഹി ഇബാദ, ഒരു മുഅ്മിനിന്റെ അമലുകൾ മുഴുവനും ഇബാദത്താണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അല്ലാഹുവിനെ കാണുന്ന പോലെ നീ ഇബാദത്ത് ചെയ്യലാണ്. വഇൻ ലം തകുൻ തറാഹ്, അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സദഖത, മറുപടി ശരിയാണ് നബിയെ. മതസ്സാഅ, ഇനി എപ്പോഴാണ് ഖിയാമത്ത് നാൾ? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച നിങ്ങളെക്കാളും ആ വിഷയം അറിയുന്നവരല്ലല്ലോ. നമുക്ക് 2 പേർക്കും അറിയില്ല, അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അഖ്ബിർനി അൻ അമാറാതിഹ, അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരൂ നബിയെ. ഖാല അൻ തലിദൽ അമദു റബ്ബതഹ
وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان. ആ രണ്ടടയാളം പറഞ്ഞു കൊടുത്തു. അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 36ഓളം വ്യാഖ്യാനങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ ഈ ഒരൊറ്റ വാക്കിന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് മക്കൾ മാതാപിതാക്കളോട് അടിമകളോടെന്ന പോലെ പെരുമാറുക എന്നാണ്. രണ്ടാമത്തേത് മുസ്ലിം ലോകത്തെ അറബികളിൽ വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാകുന്ന കാലം. ഇത് കഴിഞ്ഞവർ എഴുന്നേറ്റ് പോവാൻ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു മഹാനായ ഉമർ തങ്ങളോട്, ഉമറെ അതദ്രി മനിസ് സാഇൽ, ആ ചോദിച്ചു വന്ന ആൾ ആരാ നിങ്ങൾക്കറിയോ? അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമേ അറിയുകയുള്ളൂ, നബിയെ എനിക്കറിയൂല. പോയി നോക്കിൻ, പുറത്തെങ്ങാനുണ്ടോ എന്ന് നോക്കിൻ. ഞാൻ പുറത്തു ചെന്ന് നോക്കി. ഫലബിസ്തു മലിയൻ, കുറച്ചു നേരം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോഴേക്കും ആളെ കാണാനില്ല. ഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതായിരുന്നു അതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മദീനയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം പൂർത്തിയാകുന്ന, ഇസ്ലാമിന് കമാൽ അള്ളാഹു നൽകിയ, ഇത്മാം അള്ളാഹു നടത്തിക്കഴിഞ്ഞ, ഇസ്ലാമിന്റെ പെർഫെക്ഷൻ അള്ളാഹു നടത്തിയ സമയം, ഇസ്ലാം എന്താണെന്ന് ആകത്തുകയായി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചോദ്യങ്ങളുമായി വന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, ഈമാനിന്റെ 6 വിഷയങ്ങൾ, പിന്നെ ഇഹ്സാൻ. ഉലമാ പറയും ഫുഖഹാ ചെയ്യുന്ന ദൗത്യം, ഫിഖ്ഹ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചെയ്യുന്നത് ഇസ്ലാം കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. ഈമാൻ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് ഉലമാ ഉൽ അഖീദ, അഖീദയുടെ ആലിമീങ്ങളാണ്. അവരാണ് ഈമാൻ കാര്യങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് വിശദീകരിച്ചു തരാം. എന്നാൽ ഇഹ്സാൻ, അള്ളാഹുവിനെ നീ കാണുന്ന പോലെ ജീവിക്കുക എന്ന് പറഞ്ഞ ആ ഭാഗം, അത് ചെയ്യുന്നത് തസവുഫിന്റെ ആലിമീങ്ങളാണ്. അള്ളാഹുവിനെ നിസ്കരിച്ചു, നോമ്പെടുത്തു, ആ ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ രൂഢമൂലമായി കഴിഞ്ഞാൽ, എന്തിനാണ് നിസ്കരിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് ഈമാൻ കാര്യം. എന്തിനു നിസ്കരിക്കുന്നു? ഫഇന്നി ഊമിനു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അന്ത്യനാളിലും അള്ളാഹുവിന്റെ മുർസലീങ്ങളിലും കിതാബുകളിലും വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുക. ഈമാനും ഇസ്ലാമുമായി കഴിഞ്ഞാൽ പിന്നെ എത്തുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇഹ്സാനിന്റെ പടിയിലേക്കാണ്. എങ്ങനെ? പടച്ച റബ്ബേ, നീ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ നിന്നിൽ വിശ്വസിച്ചു, ആ വിശ്വാസം കാരണം എന്റെ അമലുകൾ ഞാൻ നിനക്ക് വേണ്ടിയുള്ളതാക്കി തന്നു പടച്ചവനെ. എന്നാൽ അല്ലാഹുവേ, നിന്നെ കാണുന്ന പോലെ എനിക്ക് ഇബാദത്ത് ചെയ്യണം. നിന്റെ സാമീപ്യം, നിന്റെ ഹളറത്തുൽ ഖുദ്സിയ, നിന്റെ പരിശുദ്ധമായ പരിപാവനമായ നിന്റെ ഹളറത്ത് എനിക്ക് ആസ്വദിക്കണം പടച്ചവനെ. അതിന് ഞാൻ എന്ത് ചെയ്യണം? അത് പഠിപ്പിച്ചു തരുന്നത് ഉലമാ ഉ തസവുഫാണ്, തസവുഫിന്റെ ആലിമീങ്ങളാണ്. അങ്ങനെ ഫുഖഹാ, ഉലമാ ഉൽ അഖീദ, ഉലമാ ഉ തസവുഫ്, ഈ 3 വിഭാഗം പണ്ഡിതന്മാരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ദീൻ പരിപൂർണമാകുന്നത്. ആ ഇഹ്സാനിലേക്ക് നമ്മൾ വഴിനടത്തുന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സ്വഹാബിമാർ, അവർക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷം വരുന്ന സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും എല്ലാം മുഅ്മിനീങ്ങളെ ഇഹ്സാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹു നമ്മയും അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. അള്ളാഹുവിനെ കാണുന്ന പോലെ ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനും അള്ളാഹു നമുക്കും നമ്മുടെ മശായിഖന്മാരായ ഉസ്താദുമാർ, നമ്മുടെ നാട്ടുകാരായ ആളുകൾ, ഈ സദസ്സിലേക്ക് വന്നവർ, വരാൻ ഉദ്ദേശിച്ചു വരാൻ പറ്റാതെ പോയവർ, എല്ലാവർക്കും, നമ്മിൽ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയവർ എല്ലാവരെയും അള്ളാഹു സ്വലാഹിന്റെയും നന്മയുടെയും ആളുകളാക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഖാദി, ബഹുമാനപ്പെട്ട വലിയ ഖാദി അവറുകൾ വളരെ താല്പര്യത്തോടുകൂടെ ബഹുമാനപ്പെട്ട നാസറി ശിഹാബ് തങ്ങൾ അവറുകളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്ന മഹാനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അൽ മൗല ഖദ്ദസല്ലാഹു സിർറ അവരുടെ നാമധേയത്തിലുള്ള ഈ ഉറൂസ് പരിപാടി. സർവശക്തനായ അള്ളാഹു ഇതിനെ അധ്വാനിച്ചവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഈ ഭംഗിയാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ വോളണ്ടിയർമാർ, എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം 2 ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതി الشجر, അല്ലാഹുമ്മ ഹവാലൈനാ ولا علينا, اللهم على الآكام والجبال ومنابت الشجر بحق هؤلاء الكرماء. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ,
തസവ്വുഫിലൂടെ ആത്മസംസ്കരണം എന്ന ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ആഗ്രഹവും കൂടിയാണ്. നമ്മോടൊപ്പം ഈ സദസ്സിലുള്ള മഹാനായ മർഹൂം മൗല അവറുകളുടെ അവരുടെ മക്കളുണ്ട്, അവരുടെ മുരീദന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമായി നമ്മൾ കണക്കാക്കുകയാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളുടെ സുഹ്ബത്ത്, സ്വാലിഹീങ്ങളുടെ സുഹ്ബത്ത്, നല്ലവരോട് കൂടെ ജീവിക്കുക എന്നതാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി. അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി എങ്ങനെയാണ്? ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ ഈ ലോകത്തെ വലിയ സൗഭാഗ്യവാന്മാരാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അലൈക ബിത്വരീഖിൽ ഹഖ് വലാ തസ്തൗഹിഷ് ലിഖില്ലത്തി സാലികീൻ. മഹാനായ മുഹമ്മദ് ഫൈസി അവറുകളോട് സൂചിപ്പിക്കുകയുണ്ടായി, മഹാനായ മർഹൂം കന്യാല മൗല ഖദ്ദസല്ലാഹു സിർറ ഒരുപാട് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് അള്ളാഹുവിന്റെ ത്വരീഖത്തിലേക്ക് വഴി നടത്തുകയും അള്ളാഹുവിന്റെ വഴിയിലേക്ക് സാലിഖീങ്ങളായി ചേരാനും അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയി തർബിയത്ത് ചെയ്യാനും ഭാഗ്യം കിട്ടിയ മഹത്തുക്കളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് കടന്നു ചെന്ന മഹാനായ കന്യാല മൗല റഹ്മത്തുള്ളാഹി അലൈഹി വഖദ്ദസല്ലാഹു സിർറ, ആ മഹാനുഭാവനെ ജീവിതത്തിൽ കാണുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്ത് അവരിൽ നിന്ന് പുണ്യം കരഗതമാക്കി അവരിൽ നിന്ന് ഇജാസത്ത് സ്വീകരിച്ച് ഒരുപാട് ആളുകൾക്ക് ദീനിന്റെ വഴിയിലേക്ക്, ഹിദായത്തിലേക്ക് വെളിച്ചം കൊടുത്ത മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ, ആ മഹാനവറുകളുടെ തിരുചാരത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളെ മരിപ്പിക്കുകയും മരണത്തിന് ശേഷം നിങ്ങൾക്ക് അല്ലാഹു ഒരു ഖബർ വാസം നൽകുകയും ചെയ്തത് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. മനുഷ്യന് ചെയ്ത നിഅമത്തുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ്, മഹത്തുക്കളായ ആളുകളെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദും ഒരുപാട് കാലം തങ്ങൾ ദർസ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് പഠിക്കുകയും കിതാബുകൾ ഓതി പഠിക്കുകയും ആ തർബിയത്ത് സ്വീകരിക്കുകയും ചെയ്ത മഹാനവറുകളുടെ സയ്യിദ് അവറുകളുടെ ഉസ്താദ് കൂടിയാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ യർഹമുഹുല്ലാഹ്. മഹാനവറുകൾ ഒരുപാട് അനുഭവങ്ങൾ മഹാനായ തങ്ങളവറുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനാണ്. ഒരുപാട് അനുഭവങ്ങൾ. അവർക്ക് അല്ലാഹു നൽകുന്ന കശ്ഫും അല്ലാഹു നൽകുന്ന ഇൽഹാമും അവരുടെ തർബിയത്തിന്റെ രീതികളും അതെല്ലാം തൊട്ടുമീതെ കടക്കുന്ന മഹാനായ മൗലയിലേക്ക് കടക്കുകയാണ്. മൗലയിലേക്ക് മഹാനായ സ്വാലിഹ് മൗല റഹ്മത്തുള്ളാഹി അലൈഹി അവരിലേക്ക് അങ്ങനെ കടന്നുപോയി മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിലൂടെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പുതിയാപ്പിളയും സ്വഹാബിയും നബിതങ്ങളിൽ നിന്ന് ഇൽമ് ഒരുപാട് പഠിച്ചെടുക്കുകയും ചെയ്ത മഹാനായ മുദ്ഹിറുൽ അജായിബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സിൽസിലയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോ ജീവിതകാലത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, നമുക്കറിയാൻ പറ്റാത്ത ആളുകൾ, ആ മഹത്തുക്കളായ ആളുകളെ വഫാത്തിന് ശേഷം സന്ദർശിക്കാൻ നമുക്ക് അവസരം നൽകുന്നത് അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം അവരെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോഴാണ്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഭസ്മമാക്കി കളയുകയോ ശവശരീരം ഇനി ഒഴുക്കിക്കളഞ്ഞാൽ മതി എന്നൊക്കെ അവർ ചിന്തിക്കുന്ന പോലെ നശിപ്പിച്ചു കളയുകയായിരുന്നുവെങ്കിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറയുമായി ആത്മീയ ബന്ധം ഡയറക്റ്റ് അനുഭവിക്കാനുള്ള ഒരു വസീല നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. നമുക്ക് അവരെ സിയാറത്ത് ചെയ്യാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഹബീബ് തങ്ങളുടെ ഹുജറയിലേക്ക് ഞാൻ കടന്നു പോകും. എന്റെ ശരീരത്തിൽ ചിലപ്പോ എന്റെ ശരീരഭാഗങ്ങളിൽ ചില ഭാഗത്ത് എന്റെ തലയിലോ മറ്റോ വസ്ത്രം ചിലപ്പോൾ നീങ്ങിപ്പോയേക്കും, ഞാൻ പ്രശ്നക്കാരില്ല, അതെന്റെ ഭർത്താവാണ്. ഇന്നമാ ഹുവ സൗജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ വന്നു കടന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ റസൂൽ, എന്റെ ഭർത്താവ്, പിന്നെ എന്റെ വാപ്പ, അതുകൊണ്ട് തലമുടിയൊന്നും കണ്ടാലൊന്നും കുഴപ്പമില്ലല്ലോ, എന്റെ വാപ്പയല്ലേ, എന്റെ ഭർത്താവല്ലേ. ഫലമ്മാ ദുഫിന ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തപ്പോ ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള എന്റെ ഔറത്ത്, എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങൾ മറക്കണമോ അത് മുഴുവൻ മറച്ചുകൊണ്ടേ ഞാൻ ആ ഹുജ്റയിലേക്ക് പോകാറുള്ളൂ. ഹയാഅം മിൻ ഉമറ,
ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എനിക്ക് നാണമായിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അതിന്റെ അർത്ഥം ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ, മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരുതരം ഭൗതികത, അത്തരം ചിന്തകൾ വ്യാപിക്കുന്ന കാലമാണ്. ലോകത്ത് ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ, ഇങ്ങനെ രണ്ട് ഡൈമെൻഷൻസ് ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളാണ്. ഈ പ്രപഞ്ചത്തിന്റെ രണ്ട് ഡൈമെൻഷൻ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് റൂഹും ജസദുമാണ്. ജസദ് നശിച്ചു കഴിഞ്ഞാലും റൂഹ് അവിടെ ബാക്കിയുണ്ട്. ജസദ് ടാഞ്ചിബിൾ ആണ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, തൊടാൻ പറ്റും ശരീരം. പക്ഷെ നമ്മുടെ റൂഹ് തൊടാൻ കഴിയില്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ആ റൂഹിന്റെ സാമീപ്യം ഇല്ലാതെയായാൽ നമ്മൾ പിന്നെ മയ്യിത്താണ്. അതുകൊണ്ട് റൂഹ് എന്നത് മെറ്റാഫിസിക്കലാണ്, നമ്മുടെ ശരീരം ഫിസിക്കലാണ്. അല്ലെങ്കിൽ റൂഹ് സ്പിരിച്വൽ സൈഡാണ്, നമ്മുടെ സ്പിരിച്വൽ ഡൈമെൻഷൻ, നമ്മുടെ ശരീരം മെറ്റീരിയൽ ഡൈമെൻഷനാണ്. ഇത് രണ്ടുമുള്ള ലോകമാണ് അള്ളാഹുവിന്റെ ലോകമെന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ ഔലിയാഇന്റെ ലോകത്തെ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തർബിയത്ത് ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബികൾക്ക് ലഭിച്ചു, താബിഈങ്ങൾക്ക്, താബിഈങ്ങൾക്ക് താബിഈങ്ങളുടെ കാലമായി അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഒരു പിടി ആളുകൾ പൈസയുടെ പിന്നാലെ പോകുന്ന ഒരു അന്തരീക്ഷം വന്നപ്പോഴാണ് സ്വലാഹിന്റെയും നന്മയുടെയും ആളുകൾ അഹ്ലു തസവ്വുഫ് അല്ലെങ്കിൽ മുതസവ്വിഫ് എന്നറിയുന്ന തസവ്വുഫിന്റെ ആളുകളായി അറിയപ്പെടാൻ തുടങ്ങിയത്. താബിഈങ്ങളുടെ ആ ഒരു കാലം മുതലാ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. സ്വഹാബിമാർ ഹബീബായ തങ്ങളിൽ നിന്ന് സ്വീകരിച്ചവരാണ് തർബീത്ത്. അതുകൊണ്ട് അവിടെ തസവ്വുഫ് ചർച്ചയല്ല. താബിഈങ്ങൾ സ്വഹാബത്തിൽ നിന്ന് സ്വീകരിച്ചവരാണ്, അതുകൊണ്ട് തസവ്വുഫ് അവിടെ ചർച്ചയായില്ല. ആ ഒരു പേരും ആ ഒരു ആചാരവും ശ്രദ്ധിക്കപ്പെടുന്നത് ദുന്യാവിന്റെ അഹ്ലുകാരിൽ നിന്ന് അള്ളാഹുവിന്റെ അഹ്ലുകാരെ വേർതിരിച്ചു കാണാനാണ്. അപ്പോ ഈ മാർഗത്തിലേക്ക് കടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൂടാ. കാരണം ഇൽമുൽ ഫിഖ് ഹബീബിന്റെ കാലത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു ഉസൂലുൽ ഹദീസ് നബി തങ്ങളുടെ കാലത്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമുൻ നഹ്വ്, ഇൽമുൽ മറ്റൊരുപാട് ഇൽമിന്റെ ശാഖകൾ, ഉപശാഖകളെല്ലാം ഉണ്ടായത് ഹബീബിന്റെ കാലശേഷമാണ്. വലം യുൻകിർഹ അഹദും മിനൽ ഉലമാ, അത് ആരും അതിനെ നിരാകരിച്ചവരല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ഒരു സംഗതി പിന്നീട് ഉണ്ടായി എന്ന് പറഞ്ഞ് നന്മയുടെ ഇഹ്സാനിന്റെ വഴിയിലേക്ക് വിളിക്കുന്ന ഒരു മഹാ ഉലമാഇന്റെ, അള്ളാഹുവിന്റെ സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മയെ നിസ്സാരപ്പെടുത്തി കാണുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ആഖിബത്ത് മോശമാവാൻ കാരണമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തർബിയത്തിന്റെ ആലിമീങ്ങൾ ലോകത്ത് എന്നും ഉണ്ടായിട്ടുണ്ട്. ചില മാർഗങ്ങളിലേക്ക് മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് തങ്ങൾ പറയാണ്, അലൈക ബിത്വരീഖിൽ ഹഖ്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടക്കണം. വലാ തസ്തൗഹിഷ് ലിഖില്ലത്തി സാലികീൻ, ആ തസവ്വുഫിന്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ എണ്ണം കുറവാണല്ലോ, എല്ലാവരും അത് പറയുന്നില്ലല്ലോ, എല്ലാവരും അത് ചർച്ച ചെയ്യുന്നില്ലല്ലോ, തസവ്വുഫിന്റെയും ത്വരീഖത്തിന്റെയും ആളുകൾ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്മാറരുത്. വഇയ്യാക വത്വരീഖൽ ബാതിൽ വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലികീൻ, തിന്മയുടെ മാർഗത്തിലേക്ക് ചെന്നാൽ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ച ആളുകൾ കൂടുന്നിടത്തേക്ക് പോയി നശിക്കുകയാണോ വേണ്ടത്? ആളുകൾ കുറവാണെന്ന് വിചാരിച്ച് നന്മയുടെ പക്ഷത്തേക്ക് വരാതിരിക്കല്ലേ. ഇതാണ് നിന്റെ വിജയത്തിന്റെ വഴിയെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും വലിയ തർബിയത്തിന്റെ മശായിഖന്മാരിൽ എണ്ണപ്പെടുന്നവരാണ് ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത തർബിയത്ത് മഹത്തുക്കളായ സജ്ജനങ്ങളായ ഉലമാ ഓരോ കാലഘട്ടങ്ങളിലും തസവ്വുഫിന്റെ ആലിമീങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ബയാനിൽ ഖുർആൻ അലാ സബ്അത്തി അഹ്റുഫ് എന്ന ബാബിൽ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അത് മഹാനായ സ്വഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഫിൽ മസ്ജിദ്, ഞാൻ മസ്ജിദിൽ കിടക്കുകയാണ്, മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ദഖല റജുലുൻ ഫസല്ല, ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു, അവർ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരത്തിൽ അവർ ചില ഖിറാഅത്ത് ഖുർആൻ ഓതി, ആ ഖിറാഅത്ത് ശരിയല്ല എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. വേറൊരാൾ വന്നു, അദ്ദേഹം ഖുർആൻ ഓതി, ആൾക്ക് മുമ്പ് വന്ന ആൾ ഓതിയ പോലെയല്ല, അയാൾ വേറൊരു രീതിയിലാണ് ഖുർആൻ ഓതിയത്, എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു,
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് പോവല്ലേ, തങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്റെ കൂടെയുള്ള രണ്ടുപേരും, ഞങ്ങൾ 3 പേർ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇന്ന ഹാദാ ഖറഅ ഖിറാഅതൻ ഫഅൻകർതുഹാ അലൈഹി. നബിയെ, ഇദ്ദേഹം ശുദ്ധ ഖുർആൻ ഓതുകയും ആ ഖുർആൻ ശരിയല്ല, ഓതിയത് തെറ്റായിരുന്നുവെന്ന് എന്റെ മനസ്സിൽ തോന്നുകയും ചെയ്തു. അയാൾ ഓതിയ രീതി, മാലികി യൗമിദ്ദീൻ, ഫാത്തിഹ ഓതുമ്പോ അവിടെ തന്നെ വേറെ ഖിറാഅത്തുണ്ട്, മുല്ലാഖി യൗമിദ്ദീൻ. അങ്ങനെയൊക്കെ ഒരു ഉസ്താദ് പള്ളിയിൽ ഓതി നമ്മളെ പുറത്താക്കും കമ്മിറ്റിക്കാർ, ഉസ്താദിന് ഫാത്തിഹ വരെ അറിയില്ല എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയും ശുദ്ധ ഖുർആനിന്റെ ഓത്തുണ്ട്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടു പോരുന്ന ഇമാമിങ്ങളെ ഹഫ്സ് റളിയല്ലാഹു അൻഹു, മറ്റു ഏത് ആശിം എന്നവരോ ആരെയാണോ ഓരോ പ്രദേശങ്ങളിലും പിൻപറ്റുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഓതിപ്പോരുക. അപ്പോ ഖിറാഅത്ത് മാറ്റി ഓതുമ്പോൾ നമുക്ക് വിഷമം തോന്നും, റബ്ബേ എങ്ങനെ ഉണ്ടോ, ഇയാൾ തെറ്റിച്ചോ. മാലികി യൗമിദ്ദീൻ, മലികി യൗമിദ്ദീൻ, അങ്ങനെയും ഖിറാഅത്തുണ്ട്. മുല്ലാഖി യൗമിദ്ദീൻ എന്നും ഖിറാഅത്ത്. നമ്മൾ മാലിക്കിനെ ഓതിയാൽ മതി കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അതാ പറയുന്നത്, നബിയെ, അദ്ദേഹം ഓതിയ ഓത്ത് എനിക്ക് പിടിച്ചിട്ടില്ല, അയാൾ ഓതിയത് തെറ്റാണെന്ന് എനിക്ക് തോന്നി, ഇദ്ദേഹം ഓതി വേറെ രീതിയിൽ. ഏതാ നബിയെ ഇത് ശരി? ഞാൻ വേറെ രീതിക്ക് ഓതുന്നു, ഒരാൾ ഒരു രീതിക്ക് ഓതി, ഒരാൾ വേറെ രീതിക്ക്. 7 രീതികളിൽ 7 ശൈലികളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഹദീസ് കൊണ്ടുവരുന്നത്. ഞാൻ ചെന്നു, ഫഅമർഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറഅ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ അവരോട് ഓതാൻ പറഞ്ഞു. രണ്ടുപേരും ഓതി. ഫഹസ്സന നബിയു ശഅനഹുമാ, രണ്ടുപേരുടെയും ഓത്ത് ശരിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരുടെയും ഓത്ത് ശരിയാണ്, രണ്ടാളും ഓത്ത് ശരിയാന്ന് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസഖത ഫീ നഫ്സി മിനത് തക്ദീബ്, ഞാൻ മറ്റേയാള് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞല്ലോ, ഞാനത് തെറ്റാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം എന്റെ ഉള്ളിൽ. കാരണം എനിക്കറിയാതെ പോയല്ലോ, അദ്ദേഹത്തെ ഓതിയ ആ ഖിറാഅത്തും അങ്ങനെയും ഹക്കദാ നസൽ, ഇങ്ങനെയും അള്ളാഹുവിന്റെ കലാം ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാതെ പോയല്ലോ. അയാൾ പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് വലിയ വിഷയമാണ്, ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു വിഷയം തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോ, ഹൽ അഹത്ത, നിങ്ങൾക്കത് മുഴുവൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണം എന്നാണ്. ഹൽ അഹത്ത ബിക്കുല്ലിൽ അഹാദീസ്. ഇമാമുന സുഹ്രി തങ്ങളുടെ ഒരു വിഷയം തങ്ങനുണ്ട്. മാലിക്കി മദ്ഹബിന്റെ പ്രഗത്ഭനായ ഇമാമുന സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി, മദീനത്തൊക്കെ നിസ്കാരത്തിൽ ഒരു സലാമാണെന്ന് വിട്ടാർ. ഇപ്പോഴും മയ്യത്ത് നിസ്കാരത്ത് കാണാൻ പറ്റും, അസ്സലാമു അലൈക്കും, അത്രേ പറയുള്ളൂ മയ്യത്ത് നിസ്കാരം. നമ്മൾ വീട്ടിലെ രണ്ടാമത്തെ അല്ലെ, ഹറമിലൊക്കെ പോയി നിസ്കരിച്ചാൽ മനസ്സിലാവും. മയ്യത്ത് നിസ്കാരത്തിൽ ഒരു സലാമല്ലേ വിട്ടുന്നത്. അപ്പൊ ഇമാം സുഹ്രി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഒരാൾ നിസ്കരിക്കുന്നു, ഫസല്ലമ തസ്ലീമത്തൈൻ, 2 സലാം വീട്ടി. സുഹ്രി ഇമാം ചോദിച്ചു, അല്ലത് എവിടെ നിന്ന് കിട്ടി? മദീനക്കാരായ ആളുകളൊക്കെ ഒരു സലാമാണല്ലോ വിട്ടാറുള്ളത്, നിങ്ങൾ ഇങ്ങനെ 2 ചെയ്തു. അപ്പൊ പറഞ്ഞു സുഹ്രി, അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഇബ്നു മസ്ഊദിൻ അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു, ഫസല്ലമ തസ്ലീമത്തൈൻ, നബി തങ്ങൾ 2 സലാം വീട്ടിയിട്ടുണ്ട്, വലത്തോട്ടും ഇടത്തോട്ടും. ഇമാം സുഹ്രി തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ ഹദീസ് കേട്ടിട്ടില്ലല്ലോ. ഹൽ അഹത്ത ബികുല്ലിൽ അഹാദീസ്, സുഹ്രി ഇമാമേ, നിങ്ങൾ ഹദീസ് മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, റസൂലുള്ളാഹി തങ്ങളുടെ മുഴുവൻ ഹദീസ് ഞാൻ പഠിച്ചിട്ടില്ല. ഹൽ അഹത്ത ബിസുലുസൈഹാ, ഹദീസിന്റെ 2/3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ 2/3 നിങ്ങൾക്കറിയുമോ? ലാ. ഹൽ അഹത്ത ബിനിസ്ഫിൽ ഹദീസ്, ഹദീസിന്റെ പകുതി. നബി തങ്ങൾ പറഞ്ഞ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ അതിന്റെ പകുതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഖാല നഅം, അത് പറയാൻ ധൈര്യമുള്ള ഇമാമാണ് ഇമാമുന സുഹ്രി റളിയല്ലാഹു അൻഹു. ഞാൻ പകുതി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സുഹ്രി ഇമാമേ, ലഅഹാ ഫിൻ നിസ്ഫിൽ ആഖർ, നിങ്ങൾക്ക് പഠിക്കാത്ത മറ്റേ പകുതിയില്ലേ, അതിലേക്ക് ഹദീസ് അങ്ങ് വെച്ചോളൂ എന്ന് ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു. ഉലമാ ഇതിലൊരു നുക്ത മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഷയത്തെ സംബന്ധിച്ച് നഫി, നിരാകരിക്കുക, അതില്ല, അത് തെറ്റാണ്, അത് കളവാണ് എന്നൊക്കെ പറയുമ്പോ ലോകത്തെ ആലിമീങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ അത് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ഓതിയ കിതാബുകൾ കണ്ടിടത്തോളം എന്നല്ലാതെ ഒരു വിഷയം നഫി ചെയ്യുന്നത് വലിയ അപകടമാണ്. നഫി ചെയ്യാൻ വലിയ ധൈര്യം വേണം, ഇല്ല എന്ന് പറയാൻ. അങ്ങനെ ഇല്ല എന്ന് പറയണമെങ്കിൽ വല്ലാത്ത ധൈര്യം വേണം. അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ധൈര്യം വേണം. എങ്ങനെ? ഇഹാത്ത വേണം, വിഷയങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കണം. കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഫസഖത ഫീ നഫ്സി മിന തക്ദീബ്,
എനിക്ക് ആ സ്വഹാബി ഓതിയത് തെറ്റാണെന്ന് ഞാൻ ചിന്തിച്ചു പോയതിൽ എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. കഅബ് തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഫഅൻകർതുഹാ ഫീ നഫ്സി, എന്റെ മനസ്സിൽ എനിക്ക് വിഷമം തോന്നിയതാണ്. അയാൾ ഓതിയത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ ആ മനസ്സിലാക്കിയത് തെറ്റായിരുന്നല്ലോ. കാരണം രണ്ടുപേരുടെയും ഖിറാഅത്ത് ശരിയാണെന്ന് പറഞ്ഞു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ മുഖം ഫലമ്മാ റആ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖദ് ഗശിയനി, എന്റെ മുഖത്ത് കാണുന്ന വിഷമം അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ജാള്യത, ഒരു വിഷമം, ഒരു സങ്കടം എന്റെ മുഖത്ത് ഹബീബായ തങ്ങൾ കണ്ടപ്പോ ضرب في صدري, എന്റെ നെഞ്ചിൽ നബി തങ്ങൾ അടിക്കുകയുണ്ടായി. ഫഫുൽതു അറഖാ, ഞാനങ്ങ് വിയർക്കാൻ തുടങ്ങി. വകഅന്നി അൻദുറു ഇലല്ലാഹി അസ്സ വജല്ല ഫറഖാ, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നേരിട്ട് കാണുന്ന പോലെ, പേടിയാൽ അല്ലാഹുവിനെ കാണുന്ന പോലെ ഹബീബിന്റെ ആ ഒരു അടി കൊണ്ട് എനിക്ക് മനസ്സിലായി. എന്റെ ഖൽബിന്റെ വിഷമം നീങ്ങുകയും ചെയ്തു എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ശൈഖന്മാരായ ആളുകൾ അവിടുത്തെ മുരീദന്മാരുടെ നെഞ്ചിൽ തൊട്ട് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഞ്ചത്ത് അടിച്ചു കൊടുക്കുന്നത്, തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുക്കുന്നത് തർബിയത്തിന്റെ രീതികളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നത്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ضرب في صدري, എന്റെ മുമ്പിലുള്ള തങ്ങൾ കണ്ടു, എന്റെ മനസ്സിനെ തങ്ങൾ കണ്ടു. തങ്ങൾ അടിച്ചതിൽ പിന്നെ എനിക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന പോലെ, അള്ളാഹുവിനെ കാണുന്ന പോലെ ഒരു നൂറ് ഹബീബിന്റെ കയ്യിലൂടെ എന്റെ നെഞ്ചിലേക്ക് അള്ളാഹു പകർന്നു തന്നു എന്ന് നബി തങ്ങളുടെ തർബിയത്തിനെ സംബന്ധിച്ച് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോ ഹബീബായ തങ്ങളുടെ കാലം മുതൽ തർബിയത്ത് നടന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ വലിയൊരു അത്ഭുതം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതവും അങ്ങനെയാണ്. ഒരുപാട് ആളുകൾക്ക് പിടിച്ചെടുക്കാനുള്ളത് അതിൽ കാണും. ഒരു സാധാരണക്കാരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയാൽ, മൂന്നാളുകൾ വന്നു അല്ലെ, നബി തങ്ങളുടെ നിസ്കാരം എങ്ങനെയാ ചോദിച്ചു. കാന യഖൂമു വയർഖുദു, നബി തങ്ങൾ രാത്രി എഴുന്നേൽക്കും, തങ്ങൾ ഉറങ്ങും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇത് നബിയല്ലേ, നമ്മൾ ഉറങ്ങാൻ പറ്റൂല, ഞാൻ ഈ ഉറങ്ങുന്നല്ല, ഞാൻ ഇന്ന് രാത്രി നിസ്കാരത്തിലാണ്. അടുത്ത ആളെ ചോദിച്ചു, കൈഫ സൗമു, നബി തങ്ങളുടെ നോമ്പ് എങ്ങനെയാണ്. നബി തങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചു. കാന യസൂമു വയുഫ്തിറു, നബി തങ്ങൾ സുന്നത്ത് നോമ്പെടുക്കും, സുന്നത്ത് നോമ്പ് ഇല്ലാത്ത നേരം ഉണ്ടാവും. നബിയല്ലേ, ഞാൻ ഇനി എന്നും സുന്നത്ത് നോമ്പാണ്. വേറൊരാൾ ചോദിച്ചു, നബി തങ്ങളുടെ വീട്ടുകാര്യങ്ങൾ എങ്ങനെയാണ്. നബി തങ്ങൾ ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നവരാണ്. എന്നാലേ ഞാനിനി അത് ചെയ്യൂല, ഞാൻ എന്റെ ഭാര്യമാരൊക്കെ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇബാദത്തിന് പോവാണ്. അപ്പോഴാ നബി തങ്ങൾ അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അമാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നി ലഅത്ഖാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും നിങ്ങളിൽ ഭയപ്പെടുന്നത് ഞാനാണ്. ഫഇന്നി അഖൂമു വഅർഖുദു, ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് ഇല്ലാത്ത ദിവസമുണ്ട്. വഇന്നി അൻകിഹുൻ നിസാ, എനിക്ക് എന്റെ ഭാര്യമാരോടൊപ്പം ജീവിതവുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് സ്വീകരിക്കാത്തവർ എന്നിൽപ്പെട്ടവനാ. ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിതത്തിലേക്കുള്ള മാതൃക ഈ ഹദീസിൽ കാണാം. അതേ നബി തങ്ങൾ നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, പൊന്നാര നബിയെ, ലിമ തഫഅലു ഹാകദാ, എന്തിനാണ് ഹബീബായ നബിയെ നിങ്ങൾ ഇങ്ങനെ കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ എന്തിന് നിസ്കരിക്കണം. വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, ഗഫറ ബിമഅന സതറ, നബിയെ അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവച്ചിട്ടില്ലേ, അങ്ങ് മഅസൂമായ നബിയല്ലയോ നബിയെ, അങ്ങ് എന്തിനാ ഇങ്ങനെ നിസ്കരിക്കേണ്ട വല്ല കാര്യമുണ്ടോ റസൂലേ, എന്തിനിങ്ങനെ ക്ഷീണിക്കണം. അപ്പൊ നബി തങ്ങൾ കാന യുസല്ലി, അവിടുന്ന് നിസ്കരിക്കുകയും കാലിൽ നീര് വന്ന് വീർക്കുമായിരുന്നു. ഇതും നബി തങ്ങളുടെ മാതൃക തന്നെയാണ്. ഓരോരുത്തർക്കും പിടിച്ചെടുക്കാൻ കഴിയും. ഒന്നേ ഉള്ളൂ, മറ്റേതില്ല എന്ന് പറയാൻ കഴിയില്ല. ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും നബി തങ്ങളുടെ രീതികൾ, ബൈഅത്തിന്റെ രീതികൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. കാരണം തസൗഫിന്റെ ആ ഒരു മാർഗത്തിലേക്ക് കടക്കുമ്പോ തസൗഫിന്റെ ആലിമീങ്ങൾ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും ആളുകളാണ്. കാരണം അവരുടെ ജീവിത രീതി സുഹ്ദാൻ, ഖൗഫും മിനല്ലാഹ് വറജാ, അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിലുള്ള പേടിയുമാണ്. വസ്സിദ്ഖു വൽ അമാന, സത്യസന്ധതയാണ്, അമാനത്താണ്. വൽ ഇൽമു ബിഫറായിദിൽ ഉമൂരി വസുനനി, ഇസ്ലാമിന്റെ സുന്നത്തുകളും ഫർദുകളും അഹ്കാമുകളും അറിയുന്ന ഇൽമിന്റെ വഴിയിലൂടെ പരിത്യാഗികളായി ജീവിച്ച് സത്യസന്ധന്മാരായി ജീവിച്ച് ആളുകൾക്ക് തർബിയത്ത് കൊടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. തസൗഫ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. യുക്തിവാദികൾ വരെ ചർച്ച ചെയ്യും തസൗഫിനെ കുറിച്ച്. സൂഫിസം അല്ലെങ്കിൽ
തസൂഫിനെ സംബന്ധിച്ചൊക്കെ അവര് വളരെ മോശമായ രീതിയിലെ വെസ്റ്റേൺസ് മനസ്സിലാക്കുക. മിസ്റ്റിക് സൂഫി എന്നൊക്കെ പറയും. അതല്ല സംഭവം. ഇത് അള്ളാഹുലേക്കുള്ള ഇഹ്സാനിന്റെ മാർഗമാണ്. അള്ളാഹുലേക്ക് അടുക്കാനും ഖൽബിന് നൂറും വെളിച്ചവും കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തലമുറകളായ നിബിതങ്ങളിൽ നിന്ന് വെളിച്ചം കൈമാറി കിട്ടിയ സ്വഹാബിമാർ, അവരിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച താബിഈങ്ങൾ, അങ്ങനെ വഴികളിലൂടെ തലമുറകളിലായി ഇജാസത്ത് വഴിക്ക് ലഭിക്കുന്ന ഒരു രീതിയാണ് തസവുഫിന്റെ രീതി. അതിനൊക്കെയുള്ള തെളിവുകൾ നമ്മുടെ ആലിമീങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം വളരെ പരിമിതമാണതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത്യാവശ്യ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ സദസ്സ് ഉപയോഗിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇമാമുന ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ എന്ന വളരെ പ്രത്യേകമായ ലോക പ്രശസ്തമായ മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ കിതാബ് ഉമ്മഹാത്തു തഫാസീറിൽ എണ്ണപ്പെടുന്ന തഫ്സീർ, മഹാനവറുകൾ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുന്ന ഭാഗം. അവിടെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഭാഗം വന്നപ്പോ മഹാനവറുകൾ അവിടെ തഫ്സീറുൽ കബീർ പറയുന്നത് കാണാം. അൽ ബാബു സാലിസ് ഫിൽ അസ്റാറിൽ അഖ്ലിയ്യത്തിൽ മുസ്തംബതത്തി മിൻ ഹാദിഹി സൂറ. സൂറത്തുൽ ഫാത്തിഹയിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയുന്ന ചില സിറുകൾ, ചില രഹസ്യഭാഗങ്ങളുണ്ട്. ഫീഹി മസായിൽ, ഒരുപാട് മസ്അലകളുണ്ട് അതിൽ. അൽ ലതീഫത്തു സാനിയ, അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട മനോഹരമായ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ പറയുന്നു, ലമ്മാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് നടത്തിത്തരയണമേ. ഒരു ദിവസം 17 ഫാത്തിഹ നിർബന്ധമായി ഓതുന്നവരാണ് മുസ്ലിമീങ്ങൾ. 17 ഫാത്തിഹ അല്ലെ, 17 റക്അത്തുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. അത് അല്ലാഹു മാത്രം പറഞ്ഞ് നിർത്തിയില്ല എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് സന്മാർഗം തരണേ എന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല, ثم لم يقتصر عليه بل قال صراط الذين أنعمت عليهم, സന്മാർഗം തരയണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം ഹാദാ യദുല്ലു, ഇത് മനസ്സിലാക്കി തരുന്നത് അലാ അന്നൽ മുരീദ ലാ സബീല ലഹ്, ആ മുരീദിന് തസ്കിയത്തിലേക്കും തർബിയത്തിലേക്കും വഴിയുള്ളത് ഒരു മുർഷിദിന്റെ, അള്ളാഹുലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു മുറബ്ബിയായ മനുഷ്യന്റെ, ഷെയ്ഖിന്റെ കയ്യാലയാണ് ഒരു മനുഷ്യന് അള്ളാഹുലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ സന്മാർഗമുണ്ട്, അത് വ്യക്തമാണ്. ആ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, നിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ മാർഗമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞതിന്റെ താല്പര്യം തർബിയത്തിന്റെ അഹ്ലുകാരുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് പോകാൻ അല്ലാഹു സൂചിപ്പിക്കുകയാണെന്ന് മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ പറയാം. മഹാനായ ഇബ്നു ഹജർ ഹൈതമി ഫഖീഹുൽ മുഹദ്ദിസ് ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ ഹൈതമി അൽ മക്കി, ലോക പ്രശസ്തനായ ശാഫിഈ മദ്ഹബിന്റെ ഇമാമുകളിൽ വളരെ പ്രഗൽഭനായും മഹാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവൽ ഹദീസിയയിൽ വൽ ഹാസിൽ അന്നൽ ഔലാ ബിസ്സാലികി ഖബ്ല അൽ വുസൂൽ ഇലാ ഹാദിഹിൽ മആരിഫ് أن يكون مجيما لما يأمره به أستاذه الجامع لطرفي الشريعة والحقيقة. ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും വഴികളിലേക്ക് തന്റെ ഗുരുനാഥനും മുറബ്ബിയുമായ ഉസ്താദ് എന്താണോ തന്നെ നിർദ്ദേശിക്കുന്നത് അത് വളരെ പരിപൂർണമായി മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടേ ഒരു മുരീദിന് നന്മയുടെ മാർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആര് പറയുന്നു? അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ. ഫഇന്നഹു ഹുവ തബീബുൽ അഅലം, ഒരു ശൈഖാണ്, മുറബ്ബിയാണ്, ഏറ്റവും വലിയ ഡോക്ടർ. فبمقتضى معارفه الذوقية وحكمه الربانية يعطي كل بدن ونفس ما يراه هو اللائق بشفائها والمصلح لغذائها. ഓരോ രോഗിയുടെയും രോഗത്തിനനുസൃതമായ മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ തന്റെ ശിഷ്യഗണങ്ങളിൽ ഓരോരുത്തരുടെയും തർബിയത്തിന് ആവശ്യമായ ഏതെല്ലാം നിർദ്ദേശങ്ങൾ വേണമെന്ന് അറിയുകയും മനസ്സിലാക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവാണ്, ഡോക്ടറാണ് സത്യത്തിൽ മുറബ്ബിയായ ഒരു ശൈഖ് എന്ന മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ. ആ ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് വഴികൾ എളുപ്പമാക്കി തരട്ടെ. ഇനിയും അത് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്. പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ വളരെ നന്നായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്, നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചു തരുന്ന, കൊണ്ടുതരുന്ന ഈ ലോകത്തിന്റെ സർവമാന പരിമള, ഈ ലോകത്തിന്റെ വഞ്ചനയിൽ നിന്ന്, ഗുറൂറിൽ നിന്ന്,
ഐഹികമായ വിഷയങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ ഈമാനിന്റെയും റൂഹാനിയത്തിന്റെയും ആത്മീയതയുടെയും വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈഖ് ഉണ്ടാകും. നമുക്കറിയില്ല, ചിലപ്പോ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്നാണ് ഇതിന്റെ പ്രബലമായ അഭിപ്രായം. ലോകത്തതും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഫഹുവ മഹ്റൂം, അത് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിൽ നിന്ന് അറ്റുപോയവരാണെന്ന് ഉലമാ പറയും. അങ്ങനെയല്ല, ചിലരുണ്ടാകും, നമ്മുടെ നാട്ടിൽ കാണും, നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല, തൊട്ടടുത്ത നാട്ടിൽ കാണും. എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ മുൻഗാമികളായ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവറുകളുടെയൊക്കെ ആ ഒരു തർബിയത്തിന്റെ രീതിയിലേക്ക് ഒരു പക്ഷേ നമുക്ക് എത്താൻ അത്രത്തോളം കണിശതയുള്ള വലിയ വലിയ ആലിമീങ്ങളെ മുറബ്ബിമാരെ ചിലപ്പോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും. എന്നാലും മുറബ്ബികളായ ആളുകൾ ലോകത്തുണ്ട്. മഹാനായ ഷെയ്ഖ് അൽ മർഹൂം അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ കിതാബുണ്ട് റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മഹാനായ മുറബ്ബിയായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹ് ആ മഹാനവറുകളെയൊക്കെ വളരെ മോശപ്പെടുത്തി സംസാരിക്കുകയും ഈ പറയുന്ന റിജാലുൽ ഫിക്രി വദ്ദഅവ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദ്വി സാഹിബ് പറയാൻ പോകുന്ന വിഷയം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ശംസുൽ ഉലമ അവറുകൾ മഹാനവറുകളുടെ കൂടെ ഇരുന്നു എന്നതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട സമസ്തയെ പിളർത്തിയത്. അല്ലെ, സങ്കടകരമായ വിഷയമാണ്. ഒരു വഹാബിയുടെ കൂടെ ശംസുൽ ഉലമ ഇരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഭാരത മുസ്ലിമീങ്ങളുടെ ഒരു പൊതുവിഷയത്തിൽ പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനായിരുന്ന മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ കൂടെ കോഴിക്കോട് സ്റ്റേജ് പങ്കിട്ടു. ആരുടെ കാഫിറിന്റെ കൂടെ അല്ല, മനസ്സിലാക്കണം. ആ മഹാൻ വഹാബിയാണ് അല്ലെങ്കിൽ പുത്തനാശയക്കാരനാണ് എന്ന് പറഞ്ഞ് അഹ്ലുസുന്നയുടെ ആശയങ്ങളൊന്നും ശംസുൽ ഉലമയുടെ കൂടെയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ പിളർത്തിയത് എന്ന് മനസ്സിലാക്കാൻ നദ്വി സാഹിബിന്റെ അഭിപ്രായങ്ങൾ എന്താണ്. നദ്വി സാഹിബിന്റെ ഗ്രന്ഥം ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് റിജാലുദ് ദഅവ. അറബികൾ പോലും ഇപ്പോഴും ആസ്വദിച്ചു ഓതുന്ന കിതാബാണത്. റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം. മഹാനായ അബുൽ ഹസൻ നദ്വി സാഹിബ് പറയാം, അന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ ഫതഹ ബാബൽ ബൈഅത്തി വത്തൗബ അലാ മിസ്റാഇ, തൗബയുടെയും അതുപോലെ തന്നെ ബൈഅത്തിന്റെയും ബാബ്, അതിന്റെ കവാടം, അതിന്റെ രണ്ട് പൊളികളും തുറന്നു വെച്ചു കൊടുത്ത മഹാനാണ്. ആര്? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ്. യദ്ഖുലു ഫീഹിൽ മുസ്ലിമൂന മിൻ കുല്ലി നാഹിയ മിൻ നവാഹിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്തുനിന്ന് മുസ്ലിമീങ്ങളെല്ലാം രാജ്യങ്ങൾക്കതീതമായി പ്രദേശങ്ങൾക്കതീതമായി മഹാനായ അൽ ആലിം റബ്ബാനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ തുറന്നു വെച്ച ബൈഅത്തിന്റെയും തർബിയത്തിന്റെയും വാതിലിലൂടെ ലോക മുസ്ലിമീങ്ങളാണ് കടന്നു ചെന്നത്. മിൻ കുല്ലിന യുജദ്ദിദൂനൽ അഹദ വൽ മീസാഖ മഅല്ലാഹ്, അല്ലാഹുമായുള്ള മുഅ്മിനീങ്ങളുടെ അഹദും മീസാഖും, റബ്ബുമായുള്ള കരാറുണ്ട്, അള്ളാഹുമായുള്ള ഉടമ്പടിയുണ്ട്. അതിനെ തജ്ദീദ് ചെയ്യാൻ, അത് പുതുക്കാൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വാതിലിലൂടെ ആയിരങ്ങളാണ് കടന്നു ചെന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളിലേക്ക്. യുആഹിദൂന അലാ അല്ലാ യുശ്രികു വലാ യക്ഫുറു, ശിർക്ക് ചെയ്യുകയില്ലെന്നും കുഫറിലേക്ക് പോവുകയില്ലെന്നും, വലാ യഫ്സുഖു, ഫിസ്ഖിലേക്ക് പോവുകയില്ലെന്നും, വലാ യബ്തദിഉ, മുബ്തദിഉകളാവുകയില്ലെന്നും, വലാ യദ്ലിമു, അക്രമം ചെയ്യുകയില്ലെന്നും, വലാ യസ്തഹില്ലു മാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് ഒരിക്കലും ഹലാലാണെന്ന് പറയുകയില്ലെന്നും, വലാ യത്റുകു മാ ഫറദല്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും, വലാ യതഫാനു ഫിദ്ദുനിയ, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവുകയില്ലെന്നും, വലാ യതനാസവുൽ ആഖിറഹ്, ആഖിറത്തിന്റെ വിഷയം മറക്കുകയില്ലെന്നും മഹാനവറുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളാണ് കടന്നു വന്നത്. വഖദ് ദഖല ഫീ ഹാദൽ ബാബ്, ആ കവാടം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖ് അവറുകൾ തുറന്നു വെച്ചപ്പോ അതിലൂടെ കടന്നു ചെന്നു ഖൽഖുൻ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ്, എത്ര ആളുകളാണ് മഹാനവറുകളെ കൊണ്ട് ബൈഅത്ത് ചെയ്തത് എന്നതിന്റെ കണക്ക് അല്ലാഹുക്കല്ലാതെ അറിയില്ല. ആര് പറയാ? ഈ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അൻ-നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ത്വരീഖത്തുള്ള ആളാണ്. ത്വരീഖത്തിനെ അംഗീകരിക്കുകയും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ലോകത്തിന് ചെയ്ത സേവനം പറഞ്ഞു കൊടുക്കാൻ. ഖൽഖുൻ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ് വസലുഹത് അഹ്വാലുഹും, അവരൊക്കെ നന്നാവുകയാണ് ഉണ്ടായത്, തർബിയത്ത് കിട്ടിയിട്ട്. വഹസുന ഇസ്ലാമുഹും, അവരുടെ ഇസ്ലാം നന്നായി. വദല്ല ശൈഖ് യുറബ്ബീഹിം വയുഹാസിബുഹും, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ
യുറബ്ബീഹിം തർബിയത്ത് ചെയ്യുകയും വയുഹാസിബുഹും അവരെ ഓരോരുത്തരെയും കണിശമായി വിചാരണ ചെയ്ത് നന്മയിലേക്ക് കൊണ്ടുവരികയും വയുശ്രിഫു അലൈഹിം അവരുടെ കാര്യം നോക്കുകയും വഅലാ തഖദ്ദുമിഹിം അവരുടെ പുരോഗതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഫഅസ്ബഹ ഹഉലാഇ തലാമീദ് ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു? അവരായി അത്തലാമീദ് റൂഹിയ്യൂൻ അവർ ആത്മീയ ജ്ഞാനം ലഭിച്ച പണ്ഡിതന്മാരായി മാറി. യശ്ഉറൂന ബിൽ മസ്ഊലിയ്യ ബഅദൽ ബൈഅത്തി വത്തൗബ വതജ്ദീദിൽ ഈമാൻ ഈമാൻ പുതുക്കുകയും തൗബ ചെയ്യുകയും ബൈഅത്ത് ചെയ്തതിന്റെയും ശേഷം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ആത്മീയ ഗുരുക്കന്മാരായി മാറിയവരാണ് ഈ എണ്ണെ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര മുസ്ലിമീങ്ങൾ. അവർക്കൊക്കെ ഈ തർബിയത്ത് കിട്ടിയത്, ബൈഅത്ത് ചെയ്തത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇത് പറഞ്ഞ മഹാനയാണ്. വഹാബിയുടെ കൂടെയാണ്, വഹാബിയാണ് അല്ലെങ്കിൽ പുത്തനാശയക്കാരനാണെന്ന് അബുൽ ഹസൻ അൽ ഹസനി അൻ-നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൻ നദ്വയിൽ വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കെ റമളാനിന്റെ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് ഖിറാഅത്ത് ഖുർആൻ അൽ കഹ്ഫ് ഓതുന്നതിനിടയിൽ ജുമുഅക്ക് തൊട്ടുമുമ്പ് വഫാത്തായ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി ലഖ്നൗകാരനായിരുന്ന മഹാനായ നദ്വി സാഹിബ് അവറുകൾ അലീമിയാൻ എന്നൊക്കെ പറയുന്ന ഈ മഹാനുഭാവൻ ഇവരൊന്നും ഒന്നും കാണാത്തതൊന്നും പറയില്ല. അപ്പോ സംഗതി എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണ്, ഇതൊന്നും നോക്കാതെ ആരോപണങ്ങൾ അഴിച്ചുവിടുകയും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളുകൾ, ഒന്ന് മഹാനായ അബുൽ ഹസൻ അലി നദ്വി തങ്ങളുടെ ഖബറിങ്ങ് പോയി എന്ന് മാപ്പ് പറഞ്ഞോളൂ. ഒന്ന്, രണ്ട് മഹാനായ ശംസുൽ ഉലമയുടെ അരികത്ത് ചെന്ന് മാപ്പ് പറഞ്ഞോളൂ. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അത്രയും ഗുരുതരമായ ഒരു വിഷയമാണ് ഈ മഹാനവരെ സംബന്ധിച്ച് ആരോപിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ തർബിയത്ത് ചെയ്തവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ മനസ്സു നോക്കിയവർക്ക് വേണ്ട ശിഫാഇന്റെ മാർഗമെന്തോ അത് നിർദ്ദേശിച്ചു കൊടുത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യം ലോക മുസ്ലിമീങ്ങൾ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ ആ തുരീഖത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണല്ലോ എന്ന് വിചാരിച്ച് വഞ്ചിതനാവല്ലേ. വലാ തഗ്തറ ബിഖില്ലത്തി സാലികീൻ കാരണം അലൈക ബിതുരീഖിൽ ഹഖ് സത്യത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്ന ഫളീൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആധുനികനായ ആലിമാണ്. നമ്മുടെ പുത്തനാശയക്കാരായ ആളുകളൊക്കെ വളരെ ആ അഭിമാനത്തോടുകൂടെ എടുത്തു പറയുന്ന ആലിമാൻ ശിഹാബുദ്ദീൻ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. സ്വന്തം ഗുരുനാഥന് പറ്റിയ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ പറ്റിയ പിഴവുകളെ തിരുത്തി കൊടുത്ത ആലിമാൻ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. ആധുനികനാണ്. എനിക്ക് തോന്നുന്നു ഹിജറ 750 വഫാത്തായ 750 ഉദ്ദേശം ഒരു 600 മറ്റോ കൊല്ലങ്ങളുടെ പഴക്കം മാത്രമേ ഉള്ളൂ. അത്രയും അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ മുതഅഖിരീങ്ങളിൽപ്പെട്ട ആലിമാൻ എന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ആലിം കൂടിയാണ് ഇബ്നുൽ ഖയ്യിം എന്നവർ. ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ മഹാനവറുകൾ പറയുകയാണ്, അവരുടെ കിതാബുണ്ട് അൽ വാബിലുസ് സബി മിനൽ കലിമി ത്വയ്യിബ് എന്ന് പറഞ്ഞ കിതാബ്. فإذا أراد العبد أن يقتدي برجل فلينظر هل هو من أهل الذكر أو من الغافلين. നമ്മുടെ വളണ്ടിയർമാർ നമ്മുടെ പരിപാടിയുടെ വിജയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സ്വതക്കകളും നിങ്ങളുടെ തബറുആത്തുകളും സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നല്ല നിയ്യത്ത് ചെയ്ത് നല്ലൊരു സദസ്സാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ ആരിഫീങ്ങളുടെ ആ ഒരു തണലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗപ്രവേശം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പറ്റുന്ന ഇതൊക്കെ കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇതിനിപ്പോ നമുക്കറിയാലോ ഒരുപാട് ആളുകളുടെ ചെറുതും വലുതുമായ സഹായങ്ങളെ കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും വിജയിച്ചു പോകുന്നത്. കൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് നല്ല നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങളവറുകൾ ഓതിപ്പടിച്ചത് ഇബ്നു തൈമിയ്യയിൽ നിന്നാണ്. മാഷാ അല്ലാഹ് അവിടെ തേൻ സജ്ജീകരിച്ചിട്ടുണ്ട്. റുഖിയ ചെയ്തല്ലേ? ഇല്ല, 1500 രൂപ 2000 കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന 1500 കുപ്പിയുണ്ട്. മാഷാ അല്ലാഹ്. 200 രൂപ താങ്കൾ പറഞ്ഞു. 200 രൂപ മതി. 200-ന് 1500 കുപ്പി ഇവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ഓരോന്നിന് 200 കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ
അതൊരു വലിയ ഖൈറായിരിക്കും. അതിൽ റുഖിയ ചെയ്തിട്ടുണ്ട്, മന്ത്രി ചൂതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു ഒരു ഷിഫാഇന്റെ സബബാണ്, കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ഷിഫ നൽകട്ടെ. ആമീൻ. അപ്പോ അത് നമ്മൾ വളണ്ടിയർമാരെ കൊണ്ടുവരുമ്പോൾ അതും കൂടെ വാങ്ങാനുള്ള 200 ബാക്കി വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി ബക്കറ്റിലെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയാൻ ഞാനിത് ഉദ്ധരിക്കുന്നത്, ഇത്തരം ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ദീനിൽ വന്ന ദഖീലാണ്. ഇതൊക്കെ ഇസ്ലാമിക്ക് ഇപ്പൊ കടന്നു വന്നതാ, ഇല്ലാത്തതാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മനസ്സിലാക്കാനും, അവരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വലിയ ആലിമിന്റെ, ആ ആലിമിന് വലിയൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. പക്ഷെ അദ്ദേഹം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമ, അവർ മാലിക്കി മദ്ഹബാണ്. ഒരുപക്ഷെ ചില അഭിപ്രായങ്ങളൊക്കെ ഷാഫിഈ മദ്ഹബുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. അവരുടെ മദ്ഹബ് വേറെയാണ്, മാലിക്കി മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബുകാരനാണ് ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ തങ്ങൾ. അതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ കാണും അഭിപ്രായ വിഷയങ്ങൾ. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമാണ്. ബിദ്അത്തിനെ എതിർക്കുകയും തളച്ചുകെട്ടുകയും ചെയ്ത ആളാണ്. സ്വന്തം ഗുരുനാഥനെ പോലും തിരുത്തി കൊടുത്ത ആളാണ് ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ. അവര് പറയാൻ ഫഇദാ അറാദൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ ഫൽയൻദുർ ഹൽ ഹുവ മിൻ അഹ്ലി الذിക്രി ഔ മിനൽ ഗാഫിലീൻ. ഒരു ശൈഖിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരാൾ ആലോചിക്കേണ്ടത്, തന്റെ ശൈഖ് ദിക്റിന്റെയും സ്വലാഹിന്റെയും നന്മയുടെയും ആളാണോ, ആള് സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടമാണോ നോക്കുന്നത്, അതല്ല അല്ലാഹുവിന്റെ ഇഷ്ടമാണോ. ഹലിൽ ഹാകിമു അലൈഹിൽ ഹവാ അവിൽ വഹ്യു എന്ന് നോക്കണം. ഫഇൻ കാനൽ ഹാകിമു അലൈഹി ഹുവൽ ഹവാ, സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം നോക്കി ഈ ദുന്യാവിലെ സൗകര്യങ്ങൾ സ്വന്തം മുരീദന്മാരിൽ നിന്ന് പൈസ സ്വീകരിച്ച് ആർഭാടത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശൈഖാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ഗഫ്ല കാന അംറുഹു ഫുർതാ, അത്തരം ആളുകളെ നിങ്ങൾ സ്വീകരിക്കല്ലേ. കാരണം എല്ലാറ്റിലും മായം വന്ന പോലെ ഈ വിഷയത്തിലും മായം വന്ന കാലമാണ്. ശൈഖന്മാരായ ആളുകൾ, ത്വരീഖത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളിൽ നന്മയുടെ ആളുകളുണ്ട്, സജ്ജനങ്ങളായ ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഫയംബഗി ലിർറജുലി അൻ യൻദുറ ഫീ ശൈഖിഹി വഖുദ്വതിഹി വമത്ബൂഇഹി, സ്വന്തം ശൈഖിലും തന്റെ ഖുദ്വയായ മാതൃകയായ തന്റെ ഗുരുനാഥനിൽ നോക്കണം, ഈ നന്മകളുണ്ടോ. ഇങ്ങനെ ദുന്യാവിന് വേണ്ടി ജീവിക്കുന്ന, പൈസക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണെങ്കിൽ ഫൽയബ്ഉദ് അൻഹു, അകന്നു നിൽക്കണം, ചെന്നു പോകരുത്. വഇൻ വജദഹു മിമ്മൻ ഗലബ അലൈഹി ദിക്റുല്ലാഹ്, എപ്പോൾ ചെന്നാലും അല്ലാഹുവിന്റെ ദിക്റിനെ സംബന്ധിച്ചേ പറയൂ. ദിക്റാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളാണ്. മൻ തുദക്കിറുക്കും ബില്ലാഹി റുയതുഹു, ചില ആളുകളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് കാണുമ്പോഴേക്കും അല്ലാഹുവിനെ ഓർമ്മ വരും. അതാണ് ഒരു മുറബ്ബിയായ ശൈഖിന്റെ പ്രത്യേകത. അവരുടെ സംസാരം അല്ലാഹുവിനെ കുറിച്ചാണ്. അവിടെ ദിക്റായിരിക്കും നടക്കുക, അവിടെ സ്വലാത്തായിരിക്കും നടക്കുന്നത്, അവിടെ നസീഹത്തായിരിക്കും നടക്കുക, ദുന്യാവിന്റെ വിഷയം പറയൂല. അങ്ങനെയാണ് നിങ്ങളുടെ ശൈഖെങ്കിൽ. وإن وجده ممن غلب عليه ذكر الله واتباع السنة وأمره غير مفروط عليه فهو حازم بل هو حازم في أمره فليستمسك بغرزه. ആ ശൈഖിന്റെ കൈപിടിക്കണം, മുറുകെ പിടിക്കണം. അത്തരം ആളുകളുടെ കൈപിടിച്ച് വിജയിക്കാൻ കഴിയൂ എന്ന് ഇബ്നുൽ ഖയ്യിം അവറുകൾ വാബിൽ സുബിയിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 53-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. അത് ആധുനികനായ ആലിമാണ്. അപ്പോ ഈ ഒരു ദീനിന്റെ ശാഖയെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്ത ഒരു അവസ്ഥയുള്ള കാലമാണത്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ അവർ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശദമായ ഖൗലുണ്ട്. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിന്റെ ആലിമാണ്. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന സ്വാഹിബുൽ മുസ്നദ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുസ്നദ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് റിവായത്തുകളിലൂടെ ആയിരക്കണക്കിന് ഹദീസുകൾ നിരത്തി വെച്ച മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ വലിയ ആലിമാണ്, മുത്തഖിയാണ്, തഖിയ്യുൻ വരിഉൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. എന്നിട്ട് ഫഖീഹായ ആലിമായ മുജ്തഹിദായ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, വഅ്തിറാഫുൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ലിഅബി ഹംസത്തുൽ ബഗ്ദാദി ബിൽ ഫദ്ൽ അലൈഹി. ബഹുമാനപ്പെട്ടവർ പറയും, എനിക്ക് കിട്ടിയ തർബിയത്ത്, ഞാൻ നന്നാവാൻ കാരണം ഞാൻ പഠിച്ച ഹദീസുകൾ മാത്രമല്ല, എന്റെ ശൈഖ് അബൂ ഹംസത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ നൂറ് കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ് എന്റെ മാർഗം ശരിയായതെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുന അഹ്മദ് ഇബ്നു സരീജ് റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഫഖീഹാൻ, ഇമാമാൻ, വലിയ ആലിമാൻ. ബഹുമാനപ്പെട്ടവർ പറയും, എന്റെ ഇൽമു കൊണ്ടല്ല, എനിക്ക് അല്ലാഹു തആല തർബിയത്ത് തന്നത് ബിഅബിൽ ഖാസിം അൽ ജുനൈദ്, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലൂടെയാണ്. ഇമാമുൽ
ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റഗ്മ കൗനിഹി ഹുജ്ജത്തൻ ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവാണ്, ഇസ്ലാമിന്റെ ഹുജ്ജയാണ് എന്ന് പറഞ്ഞ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ശൈഖ് ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാഹ് സുൽത്താനുൽ ഉലമ എന്നറിയപ്പെട്ട ഇസ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട മഹാനാണ് ഇസ് ഇബ്നു അബ്ദുസ്സലാം. എന്നിട്ട് ആ മഹാനവറുകൾക്ക് മുറബ്ബിയായ ഒരു ശൈഖ് ഉണ്ടായിരുന്നെന്ന് മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം ഇമാമുന ഗസാലി തങ്ങളും മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളും രണ്ടുപേരും മുമ്പ് പറയുമായിരുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമില ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി. മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരാണ്, ഗസാലി ഇമാമല്ല. ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമിൽ, പരിപൂർണമായ ഇസ്ലാം എനിക്ക് മനസ്സിലായത് ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു വഅർളാഹ്. മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹിയെ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായി ഞാൻ കൂടിയതിന്റെ ശേഷമാണ് ഇസ്ലാം പരിപൂർണമായി എന്ന് എനിക്ക് മനസ്സിലായതെന്ന് ആര്? സുൽത്താനുൽ ഉലമ. ഇന്ന് പേരുന്ന പോലെയല്ല ആ പേരുകൾ. വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവെന്ന നാമകരണം ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ കിട്ടണമെങ്കിൽ മഹാനവരുടെ ഫിഖ്ഹിലും തഫ്സീറിലും ഹദീസിലും ഉലൂമുദ്ദീനിലുമുള്ള ബഹുമാനപ്പെട്ടവരുടെ അവഗാഹം അത് ആഴത്തിലറിയുന്ന ആലിമീങ്ങൾ ഇട്ട പേരാണ് സുൽത്താനുൽ ഉലമ. ആ മഹാനവറുകൾ ഫിഖ്ഹിന്റെ മാർഗത്തിൽ കഴിഞ്ഞ ആളാണ്. എന്നിട്ട് മഹാനവർ പറയാണ്, എനിക്ക് അല്ലാഹു തആല ഇസ്ലാം മനസ്സിലാക്കി തന്നത് ത്വരീഖത്തിന്റെ ആളായിരുന്ന ശൈഖായിരുന്ന മുറബ്ബിയായിരുന്ന മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് ഇസ്ലാം പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല, കാന ഹാദാനി ശൈഖാൻ വഖദ് ഇഹ്താജാ ഇല ശൈഖ് മഅ സഅതി ഇൽമിഹിമാ ബിശ്ശരീഅ, ശരീഅത്തിന്റെ ഇൽമ്, ഫിഖ്ഹിന്റെ ഇൽമ്, ഇൽമുൽ ഫറായിദ്, ഇൽമുൽ ഫുറൂദ് വസ്സുനൻ, ഇതൊക്കെ മനസ്സിലാക്കിയ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരായിട്ടുകൂടി മുറബ്ബിയായ ഒരു ശൈഖ് ഇല്ലാത്തവർക്ക് ദീനിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നവരെ സമ്മതിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ മഹത്തുക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ്. ഒരു മുറബ്ബിയായ ഒരു ഡോക്ടർ തനിക്ക് ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ? വലിയ വലിയ ആലിമീങ്ങൾക്ക് ഇത് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹ് മഹാനവറുകൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലിക്കി മദ്ഹബുകാരനാണ്. ബഹുമാനപ്പെട്ടവർ മുസ്ലിഹുൽ ഉലമാഇ വൽ ഔലിയ, ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ഔലിയാഇനും അതുപോലെ തന്നെ ഫുഖഹാഇനും തിരുത്തി കൊടുക്കുന്ന ആളാണ്. കാരണം അഹ്മദ് സറൂഖ് തങ്ങളവറുകൾ എടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹാനാണ്. അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനോട് പ്രത്യേകത, ഇൽമിന്റെ അഹ്ലുകാരിൽ ഫിഖ്ഹ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും, പക്ഷേ തസൗഫിന്റെ അഹ്ലുകാരിൽ തസൗഫ് തിരുത്തി കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും. തസൗഫും ഫിഖ്ഹും ഒരേപോലെ തിരുത്തി കൊടുക്കാൻ കഴിഞ്ഞ മഹാനാണ് അവരുടെയൊക്കെ ശൈഖായിരുന്നു മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ അവരുടെ ഖവാഇദിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖി അഥം മിൻ അഖ്ദിഹി ദൂനഹും. ഫഖീഹാണ് അഹ്മദ് സറൂഖ് എന്നവര്, മുതസവ്വിഫാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇഹ്സാനിന്റെ ഇൽമിന്റെ ആളാണ്. മഹാനവറുകൾ പറയാണ്, അഖ്ദുൽ ഇൽമി വൽ അമൽ അനിൽ മശായിഖ്, മശായിഖന്മാരിൽ നിന്ന് അമൽ എടുക്കുക, അവര് ചൊല്ലിത്തരാൻ പറയുന്ന ചൊല്ലുക, അതിനൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഉള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ വഴിയെ വരുന്നുണ്ട്. അഖ്ദുൽ ഇൽമി വൽ അമൽ, അമലും ഇൽമും അനിൽ മശായിഖ്, മശായിഖന്മാരായ ആളുകളിൽ നിന്ന് എടുക്കലാണ്. അഥമ്മു മിൻ അഖ്ദിഹി ദൂനഹും, അവരല്ലാത്തവരിൽ നിന്ന് എടുക്കാതെ, ഞാൻ പഠിച്ചത് ഞാൻ ജീവിച്ചോളാം, എനിക്കൊരു മുറബ്ബിയായ ശൈഖിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ എമ്പാടും പഠിച്ച ആളല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ശൈഖുകളുടെ ആ പരമ്പരയിൽ മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നുണ്ട്. മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശൈഖിൽപ്പെട്ട ആളാണ് മഹാനായ ഇമാം അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ പറയാണ്, മശായിഖന്മാരിൽ നിന്ന് ഇൽമും അമലും പഠിച്ചെടുക്കണം. ബൽ ഹുവ ആയാതും ബയ്യിനാതും ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, തെളിവ് പറയാൻ, ബൽ ഹുവ ആയാതും ബയ്യിനാത്, അല്ലാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്
ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കി എടുക്കേണ്ടത് ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ നൽകപ്പെട്ട വെളിച്ചം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ. അതുമാത്രമല്ല സൂറത്തു ലുഖ്മാനിൽ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ, എന്നെ കാണാൻ കൊതിയുള്ള, എന്റെ റസൂലിനെ കാണാൻ കൊതിയുള്ള, എന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമേ. പിൻപറ്റണം. സബീല മൻ അനാബ ഇലയ്യ, എന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നവർ, എന്നിലേക്ക് വഴി നടത്തിയവർ, അവരുടെ കൈപിടിക്കണം എന്ന് ശുദ്ധ ഖുർആൻ സൂറത്തു ലുഖ്മാനിൽ പറയുന്നുവല്ലോ. ഇത് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥമല്ല. ആര്? ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അവര് ഫഖീഹാൻ, ഫിഖഹിന്റെ ആലിമാൻ, ശരീഅത്തിന്റെ ആലിമാൻ, തസൗഫിന്റെ ആലിമുമാണ്. എന്നിട്ട് പറയുന്നു ഫലസിംതുൽ മശീഖ, ഞാൻ അതുകൊണ്ടാണ് മശായിഖന്മാരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. സിയമാ വസ്സഹാബത്തു അഖദൂ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അവര് ഖുർആൻ ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഒറ്റക്ക് ഖുർആൻ എടുത്ത് പഠിച്ചവരല്ലല്ലോ. അഖദൂ അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ പഠിച്ചെടുത്തത്. അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലേ അവർ ഇൽമു പഠിച്ചത്. നിബിതങ്ങളാണെങ്കിലോ വഖദ് അഖദഹു അൻ ജിബ്രീൽ, നിബിതങ്ങളുടെ ശൈഖാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലമഹു ശദീദുൽ ഖുവാ, നിബിതങ്ങൾക്കൊരു മുഅല്ലിമുണ്ട്, അത് ജിബ്രീൽ അലൈഹിസ്സലാം. സ്വഹാബത്തിന്റെ മുഅല്ലിമും മുറബ്ബിയുമാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കണമെങ്കിൽ മശായിഖന്മാരുടെ മാർഗം അറിയണം, പിടിക്കണം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ രണ്ട് ആയത്തുകളിലൂടെയാണെന്ന് മഹാനായ ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇനിയിപ്പോ വേറൊരു തെളിവൊന്നും വേണ്ട. അഹ്മദ് സറൂഖ്, ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണെന്ന് അവരുടെ തർജുമ, അവരുടെ ബയോഗ്രഫി ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. വെറുതെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയാൻ എന്ത് ചെയ്യരുത്, ആളുകൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പറയാൻ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായത്. ഒരുപാട് ആളുകൾ മശായിഖന്മാരുടെ കൈപിടിച്ചു. മഹാനായ ഇബ്നു സിരീൻ തങ്ങളെ പോലെ, മഹാനായ ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ പോലെ, മഹാനായ അഅറജ് എന്നവര്, ഇവരെല്ലാം ഈ വിഷയം മനസ്സിലാക്കിയെടുത്തത് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അവരുടെ ശൈഖ് ഒരു സ്വഹാബിയാണ്. ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്നവര്, മഹാനായ അല്ലാമ ഇബ്നു സീരീൻ മുഹമ്മദ് ഇബ്നു സീരീൻ എന്നവര്, അല്ലാമത്തുൽ അഅറജ് റളിയല്ലാഹു അൻഹു, അവര് മുറബ്ബിയായ ശൈഖുമാരായിരുന്നു. അവരാരെന്നാ പഠിച്ചെടുത്തത്? മിൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളിൽ നിന്നാണ്. എന്നാൽ അതുപോലെ തന്നെ ഇമാമുന ത്വാവൂസ് എന്നവരെ, ഇമാമുന വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു, ഇമാമുന മുജാഹിദ് എന്നവരെ, ഇവരെല്ലാം പഠിച്ചെടുത്തത് ഇബ്നു അബ്ബാസ്. അവരുടെ ശൈഖാരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ സ്വഹാബിമാരിൽ നിന്നാണ് താബിഈങ്ങൾ പ്രത്യേകമായ അവസ്ഥയിൽ അത് പഠിച്ചെടുത്തത്. അവർ ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് ഈ തസൗഫിന്റെ സിൽസില കടന്നു പോകുന്നത്. ബൈഅത്തിലൂടെയാണ്. ഇന്നും അങ്ങനെയാണ്, മുമ്പും അങ്ങനെയാണ്. ഹബീബായ നബിതങ്ങളെ സംബന്ധിച്ച് നബിതങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മുഅ്മിനീങ്ങളായ ആളുകളോട്, ബായിഊനി, എനിക്ക് ബൈഅത്ത് ചെയ്യണേ, അലാ അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂവെന്നും, വലാ തസ്രിഖൂ, മോഷണം നടത്തുകയില്ലെന്നും, വലാ തസ്നു, വ്യഭിചാരം ചെയ്യുകയില്ലെന്നും, വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ കൊച്ചുമക്കളെ നിങ്ങൾ കൊന്നുകളയില്ലെന്നും, വലാ തഅതൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന ഐദീകും വഅർജുലകും, പച്ച നുണകളും കള്ളക്കഥകളും നിങ്ങൾ ഉണ്ടാക്കരുതേ എന്നും, വലാ തഅസൂ ഫീ മഅറൂഫിൻ, ഒരു നന്മയും നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ആ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം, എന്റെ കൈപിടിക്കണം. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ വഫാ മിൻകും ഫഅജ്റുഹു അലല്ലാഹ്, ആ ബൈഅത്ത് പ്രകാരം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്ക് കൂലി അല്ലാഹു നൽകും. വമൻ നസാബ മിൻ ദാലിക ശൈഅൻ ഫഊഖിബ ഫിദ്ദുനിയ ഫഹുവ കഫാറത്തുൻ ലഹ്, ഒരു ശൈഖിനെ കൈപിടിച്ചതിന്റെ ശേഷം നിങ്ങൾ അല്ലാഹുവുമായുള്ള ഉടമ്പടിയും കരാറും പുതുക്കുമ്പോ ആ വിഷയത്തിൽ റബ്ബിനെ മുൻനിർത്തി ബൈഅത്ത് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ വീഴ്ച വരുത്തിയാൽ ഫഊഖിബ ഫിദ്ദുനിയ, ആ വിഷയത്തിൽ അല്ലാഹു ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്താൽ ഫഹുവ കഫാറത്തുൻ ലഹ്,
അത് അവന് പ്രായശ്ചിത്തമാണ്. പിന്നെ അല്ലാഹു ആഖിറത്ത് ശിക്ഷിക്കൂല. വമൻ അസ്വാബ മിൻ ദാലിക ശൈഅൻ സുമ്മ ശതറഹുല്ലാഹ്, നിങ്ങൾ ബൈഅത്ത് ചെയ്തതിന്റെ ശേഷം അതിന് വിരുദ്ധമായി ചെയ്യുകയും അല്ലാഹു നിങ്ങളെ ഇവിടെ വെച്ച് ശിക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ, അല്ലാഹു അത് മറച്ചു വെച്ചാൽ, ഫഹുവ ഇലല്ലാഹ്, അവന്റെ വിഷയം അല്ലാഹുലേക്കാണ്. ഇൻഷാ അഫഅൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാപ്പ് കൊടുത്തേക്കും. ഇൻഷാ അഖബ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു അവരെ ശിക്ഷിച്ചേക്കും എന്ന് നബി തങ്ങൾ പറയുകയും ഫബായഅനാഹു അലാ ദാലിക്, ഹബീബായ നബി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണത്. കിതാബുൽ ഈമാനിൽ ഇമാം മുസ്ലിം തങ്ങളും തിർമിദി തങ്ങളും നസായി തങ്ങളും എല്ലാം ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ബൈഅത്ത് കൊടുക്കും, ഒരാൾക്ക് കൊടുക്കും ബൈഅത്ത്, ഒരു ജമാഅത്തിന് ഒരുപാട് ഒരുമിച്ച് ബൈഅത്ത് കൊടുത്തിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. മശായിഖന്മാർ അങ്ങനെയാണ്, 10 ആള് വന്നു, 100 ആള് വന്നു, 1000 ആളുകൾക്ക് ഒരുമിച്ചൊക്കെ ബൈഅത്ത് കൊടുക്കാൻ പറ്റും. നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന അഹ്മദ് എന്നവർ ഹദീസ് പണ്ഡിതന്മാർ, ഇമാമുന ത്വബറാനി തങ്ങൾ, ഇമാമുൽ ബസ്സാർ എന്നവർ വരിജാലുഹു മൗസൂഖൂൻ മജ്മഉസ് സവായിദിൽ, ഈ ഹദീസിന്റെ സനദിൽ വന്ന ആളുകളെല്ലാം യോഗ്യന്മാരായ ആളുകളാണ്. ഇത് ദഈഫായ ഹദീസല്ല. അതിനാണ് നമ്മൾ ആദ്യം പറയുന്നത്. റിജാലുഹു മൗസൂഖൂൻ, ആധികാരികമായ സനദുള്ള ഒരു ഹദീസിൽ തന്നെ ഹദീസ് പണ്ഡിതന്മാരിൽ 3 പേർ, ഇമാമുന അഹ്മദ് എന്നവര്, ഇമാമുന ത്വബറാനി എന്നവർ, ഇമാമുന ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിം, ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ أن يعلى بن شداد قال حدثني أبي شداد بن أوس رضي الله عنه, എന്റെ ഉപ്പ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും എനിക്ക് പറഞ്ഞു തരുന്നു. ഉബാദത്ത് ബിൻ സ്വാമിത്ത് ഹാദിറുൻ യുസദ്ദിഖുഹു, എന്റെ വാപ്പ പറഞ്ഞു തരുന്നു. ആ പറഞ്ഞു തരുന്ന സംഭവത്തിന് സാക്ഷിയാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. ആ വിഷയം ശരിവെക്കുന്നു. എന്താ സംഭവം? കുന്നാ ഇൻദ റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹൽ ഫീകും ഗരീബ്, നിങ്ങളിൽ വേദം നൽകപ്പെട്ട ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? വല്ല ക്രിസ്ത്യാനിയോ ജൂതനോ ഉണ്ടോ എന്ന് ചോദിച്ചു. ലാ യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാ നബിയെ, ഇവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നുമില്ല. ഫഅമറ ബിഗൽഖിൽ ബാബ്, നബി തങ്ങൾ വാതിലടക്കാൻ പറഞ്ഞു. എന്നൊക്കെ ഉണ്ടാവില്ലേ, വാതിലടച്ചിട്ട് ദിക്റല്ലേ, വാതിലടക്കാൻ പറഞ്ഞു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇർഫഉ ഐദീകും, എല്ലാവരും കൈപൊക്കുക, വഖൂലു, എന്നിട്ട് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിധങ്ങൾ ചൊല്ലിത്തന്നു ഞങ്ങൾക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫറഫഅനാ ഐദീനാ വഖുൽനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ എല്ലാവരും ആ വാതിലടച്ച റൂമിൽ കൈപൊക്കുകയും ഞങ്ങൾ ഉറക്കെ പറയുകയും ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ثم قال رسول الله, ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് കൊടുക്കുന്ന ബൈഅത്താണിത്. ഓരോരുത്തരെയും കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ പറ്റാത്തൊരു സമയം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് കൈ ഉയർത്തിക്കോളൂ, കൈയുർത്തിയിട്ട് ഞാൻ പറയുന്നത് ചൊല്ലിക്കോളൂ. ثم قال عليه الصلاة والسلام, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുമ്മ ഇന്നക ബഅസ്തനി ബിഹാദിഹിൽ കലിമ, അല്ലാഹുവേ ഈ വചനവുമായിട്ടാണല്ലോ നീ എന്നെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. വഅമർതനി ബിഹ, ഇത് നടപ്പാക്കാൻ നീ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തുവല്ലോ. വവഅത്നി അലൈഹൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നീ പറയുകയും ചെയ്തല്ലോ. വഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, അല്ലാഹുവേ നീ നിന്റെ വാക്ക് പാലിക്കുന്നവനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ കൈയുയർത്തി നിൽക്കുകയാണ്, അലാ അബ്ശിറു, സന്തോഷിച്ചോളൂ, ഫഇന്നല്ലാഹ ഖദ് ഗഫറ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ദിക്ർ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് ദിക്ർ നബി തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന് സാക്ഷിയാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ഒരു കൂട്ടം ആളുകൾക്ക് നബി തങ്ങൾ കൊടുത്ത ഒരു ബൈഅത്തായിരുന്നു അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ർ കൊടുക്കുക, അമല് കൊടുക്കുക എന്ന് പറയില്ലേ, ആ അമല് കൊടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തർക്കുമായി കൊടുത്തിട്ടുണ്ട്. മഴയില്ല, ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിതിശ് ശജർ. ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട്
അല്ലാഹുവിന്റെ മശായിഖന്മാരും സാദാത്യങ്ങളും മൗലിയാവും അനുസ്മരിക്കപ്പെടുന്ന ഒരു ഫضലുള്ള ശ്രേഷ്ഠതയുള്ള ബറക്കത്തുള്ള മജ്ലിസിലാണ് റബ്ബേ നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാം വൽ ജിബാൽ വമനാബിത്തിശ് ശജർ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിയിൽ നിന്ന് അമൽ വാങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ് അത്ഭുതം. ഇമാമുന ത്വബറാനി തങ്ങളും ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിം ബിഇസ്നാദിൻ ഹസനിൻ, ഹസനായ സനദിലൂടെ റിപ്പോർട്ട് ചെയ്ത തള്ളിക്കളയാൻ പറ്റാത്ത ഹദീസ്. അതുകൊണ്ടാണ് ഔലിയാഇന്റെ പരമ്പര ഇങ്ങനെ പോകുമ്പോ ആ പരമ്പര എത്തിച്ചേരുന്നത് അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഷാദുലി ത്വരീഖത്തിന്റെ അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ത്വരീഖത്തിന്റെ ഒക്കെ കടന്നു ചെല്ലുന്നത് മിക്കവാറും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്കാണ്, അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അലി റളിയല്ലാഹു തആല അൻഹുവാൻ അവരാണ് നബി തങ്ങളിലേക്കുള്ള ലിങ്ക്. ഇബ്നു അബ്ബാസ് എന്നവരുണ്ട്, അബൂ ഹുറൈറ തങ്ങളൊക്കെ ഉണ്ട്, വേറെയും സ്വഹാബിമാരുണ്ട്. എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു? കാരണം ഇതാണ്. അലി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സഅലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, അല്ലാഹുവിന്റെ റസൂലിനോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അഖ്റബി തുറുഖി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും എളുപ്പമെത്താനുള്ള വഴി നബിയെ അങ്ങനെക്ക് പറഞ്ഞു തരണം. വഅസ്ഹലിഹാ അലാ ഇബാദിഹി, അല്ലാഹുവിന്റെ ഇബാദുകൾക്ക് പ്രയാസമില്ലാത്ത എളുപ്പമുള്ള വഴി പറഞ്ഞു തരണം നബിയെ. വഅഫ്ളലിഹാ ഇൻദഹു തആല, എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിയും ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോ ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു, അലൈക ബിമുദാവമതി ദിക്രില്ലാഹി സിർറൻ വജഹ്റാ, മെല്ലയും ഉറക്കയുമായി എപ്പോഴും അല്ലാഹു ദിക്ർ ചൊല്ലൂ അലിയേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ. എപ്പോഴും ദിക്ർ ചൊല്ലിയേക്കണം. അതാണ് അല്ലാഹുവിലേക്ക് എളുപ്പമുള്ള വഴി, ആളുകൾക്ക് പ്രയാസമില്ലാത്ത വഴി, അല്ലാഹുവിന്റെ അടുക്കത്തെ ശ്രേഷ്ഠമായ വഴി. എന്നോട് ദിക്ർ ചൊല്ലാൻ പറഞ്ഞു, സിർറൻ വജഹ്റ, മെല്ലയും ഉറക്കയും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, കുല്ലുന്നാസി ദാക്കിറൂന, നബിയേ നബിയേ എല്ലാവരും ദിക്ർ ചൊല്ലുന്നവരാണല്ലോ നബിയേ. ഫഖുസ്സനി ബിശൈഇൻ, എനിക്ക് പ്രത്യേകമായൊരു ദിക്ർ നബിയെ അങ്ങ് തരണം, അങ്ങ് തരണം. എല്ലാവരും ദിക്ർ ചൊല്ലുന്നുണ്ടല്ലോ, എനിക്ക് പ്രത്യേകമായൊരു അമലങ്ങ് തരണം നബിയെ. ഫഖുസ്സനി ബിശൈഇൻ, നബി തങ്ങൾ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുമ്പ് വന്നു പോയ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ എല്ലാവരും ദിക്ർ ചൊല്ലുന്നവരല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് പ്രത്യേകമായൊരു ദിക്ർ അങ്ങ് തരണം നബിയെ. ഫഖുസ്സനി ബിശൈഇൻ, എനിക്ക് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു തരണം അങ്ങ്. അപ്പോഴാ നബി ഞങ്ങൾ പറയുന്നത്, അലിയെ ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലൗ അന്നസ് സമാവാതി വൽ അർളീന ഫീ കിഫ്ഫ, ആകാശഭൂമികളെല്ലാം തുലാസിന്റെ ഒരു തട്ടിലും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ്ഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലുമാണെങ്കിൽ റജഹത് ബിഹിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുകയേ. വലാ തഖൂമുസ് സാഅ വലാ തഖൂമുൽ ഖിയാമ വഅലാ വജ്ഹിൽ അർളി മൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു മനുഷ്യനെങ്കിലും ഭൂമി ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ ഖിയാമത്ത് നടക്കുകയില്ല അലിയേ. ഇത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫകൈഫ അദ്കുറു, എങ്ങനെയാണ് നബിയെ ഞാൻ ദിക്ർ ചൊല്ലേണ്ടത്? എങ്ങനെയാണത് ചൊല്ലേണ്ടത്? ഉണ്ടല്ലോ ശൈഖന്മാർ പറഞ്ഞു തരും, ഇത്രയും എണ്ണം, ഇന്ന സമയം, ഇന്ന നേരത്ത്. മഹാനായ അലി തങ്ങൾ ചോദിച്ചു, നബിയെ കൈഫ അദ്കുറു, എങ്ങനെയാണ് ഞാൻ ആ ദിക്ർ ചൊല്ലേണ്ടത്? ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഗമ്മിദ് ഐനൈക,
നിങ്ങളുടെ 2 കണ്ണുകളും നിങ്ങൾ ചുമ്മുക. വസ്മഅ മിന്നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 മർറാത്തിൻ, 2 കണ്ണും ചിമ്മി ഞാൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 തവണ നിങ്ങൾ കേൾക്കണം. ثم قلها 3 وانا اسمع, എന്നിട്ട് ഞാൻ കേൾക്കത്തക്ക 3 തവണ നിങ്ങൾ ചൊല്ലുകയും ചെയ്യണം. ثم فعل ذلك برفع الصوت, ഉച്ചത്തിൽ അലി റളിയല്ലാഹു അൻഹു ആ ദിക്ർ 3 തവണ ഹബീബിന് ചൊല്ലിക്കൊടുത്തു. നബി തങ്ങൾ 3 തവണ അലി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. ഈ രീതിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി പ്രത്യേകമായൊരു അമൽ ഹബീബിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരായി ഹബീബായ തങ്ങളോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, തങ്ങളോട് ഓരോരുത്തരായി അമലുകൾ വാങ്ങിപ്പോകാറുണ്ട്. അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ഞാൻ വന്നു എന്ന് മഹാനായ ബഷീർ ഇബ്നു ഖസാസിയ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം ഇമാം ഹാക്കിം എന്നവർ മുസ്തദറക്കിലും ഇമാമുന ബൈഹഖി എന്നവരും ഇബ്നു അസാകിർ തങ്ങളും അബൂ നഈം തങ്ങളും ഒക്കെ അവരുടെ ഹദീസ് കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഷീർ ഇബ്നു ഖസാസിയ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്തേക്ക് വന്നു. നബിയെ, ഞാൻ ബൈഅത്ത് ചെയ്യട്ടെ, എന്തൊക്കെയാണ് ഞാൻ ബൈഅത്ത് ചെയ്യേണ്ടത്? തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി, നീ വിശ്വസിക്കണം, ഷഹാദത്ത് ചെയ്യണം. തുസല്ലി സ്വലവാത്തിൽ ഖംസ് ലിവഖ്തിഹാ, 5 നേരത്തെ നിസ്കാരം നിലനിർത്തണം. വതുഅദ്ദി സകാത്തൽ മഫ്റൂള, ഫറലായ സകാത്ത് കൊടുത്തു വീട്ടണം. വതസൂമ റമളാന വതഹജ്ജൽ ബൈത്ത്, റമളാൻ നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, അല്ലാഹുവിന്റെ കഅബയെ ഹജ്ജ് ചെയ്യണം. വതുജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങേണ്ടി വന്നാൽ പോകണം. ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബഷീർ ഇബ്നുൽ ഖസാസിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയേ, കുല്ലൻ നുതീഖ്, എല്ലാം എനിക്ക് പ്രശ്നമല്ല, എല്ലാം എനിക്ക് കഴിയും നബിയേ. ഇല്ല സനതൈനി ഫലാ ഉതീഖുഹുമാ, 2 കാര്യം നബിയേ, ഇതിൽ എന്നെ കൊണ്ട് കഴിയില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം. എന്താണ് കഴിയാത്തത്? അസ്സകാ, സകാത്ത് കൊടുക്കാൻ. വല്ലാഹി മാലി ഇല്ലാ 10 ദൗദിൻ, നബിയേ 8-9 വയസ്സ് പ്രായമുള്ള 10 ഒട്ടകമാണ് നബിയേ എനിക്കുള്ളത്. ഹുന്നരിസുലു അഹ്ലി, അതെന്റെ വീട്ടുകാർക്ക് പാല് എടുക്കാനുള്ളതാണ്. വഹമൂലത്തുഹുന്ന, അവരുടെ വാഹനവുമാണ് നബിയെ, അതുകൊണ്ട് ഞാൻ സകാത്ത് കൊടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. വഅമ്മൽ ജിഹാദ്, എന്നാൽ ധർമ്മസമരം, അതും എനിക്ക് കഴിയില്ല നബിയെ. ഫഇന്നി റജുലുൻ ജബാൻ, വലിയ പേടിയാ നബിയെ, ചോര കണ്ടാൽ ഞാൻ വിറക്കും, യുദ്ധം കണ്ടാൽ ഞാൻ പേടിക്കും, അതുകൊണ്ട് എനിക്ക് ജിഹാദും കഴിയില്ല. വയസുമൂന, അവര് പറയാറുണ്ട്, അന്നമൻ വല്ലാ ഫഖദ് ബാഅ ബിഗളബിൻ മിനല്ലാഹ്, യുദ്ധത്തിലേക്ക് വന്ന് പിന്തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപം കിട്ടുമല്ലേ നബിയെ, അതുകൊണ്ട് ഞാൻ ഓടും. പക്ഷേ ഓടിയാൽ അല്ലാഹുവിന്റെ കോപം കിട്ടൂലേ, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് വരൂല നബിയെ, എന്നെ കൊണ്ട് കഴിയൂല എന്ന് മഹാനായ ബഷീർ ഇബ്നുൽ ഖസാസിയ റളിയല്ലാഹു അൻഹു. വഅഖാഫു ഇൻ ഹളറൽ ഖിതാലു അൻ നഖ്ശഅ ബിനഫ്സി ഫഅഫിറ ഫഅബൂഅ ബിഗളബിൻ മിനല്ലാഹ്. ഫഖബല റസൂലുള്ളാഹി യദഹു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ ബഷീർ ഇബ്നുൽ ഖസാസിയയുടെ കൈ പിടിച്ചു. ആ കൈ പിടിച്ചിട്ട് കുലുക്കി നബി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, യാ ബഷീറേ, ലാ സ്വദഖത വലാ ജിഹാദ, സ്വദഖയും നിങ്ങൾക്ക് സകാത്തും തരാൻ പ്രശ്നമാണ്, ജിഹാദ് ചെയ്യാൻ പേടിയുമാണ്. ഫബിമ ഇദൻ തദ്ഖുലുൽ ജന്ന, എങ്ങനെയാണ് പിന്നെ സ്വർഗം കിട്ടുക ബഷീറേ എന്ന് പറഞ്ഞപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ, ഉബ്സുത് യദൈക, ആ കൈ അങ്ങ് നീട്ടിത്തരൂ നബിയെ. ഉബായിഉക, ഞാൻ ബൈഅത്ത് ചെയ്യുന്നു. നബി ഞങ്ങൾ കൈ നീട്ടി തന്നു. ആ കൈ പിടിച്ച് ഫബായഅതുഹു അലൈഹിന്ന, ഇനി എനിക്ക് പ്രശ്നമല്ല നബിയെ, പ്രശ്നമല്ല, ഞാൻ സകാത്തിനും ഒരുക്കമാണ്, ജിഹാദിനും ഒരുക്കമാണെന്ന് ബഷീർ ഇബ്നുൽ ഖസാസിയ തങ്ങൾ ഹബീബിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നബിയെ, ഇസ്തരിച് അലയ്യ ഫഅൻത അലമു ബിശ്ശർതി, നബിയെ അങ്ങ് പറഞ്ഞോളൂ ഞാൻ എന്താ ചെയ്യേണ്ടത്. ശൈഖിനോട് ചോദിക്കാൻ, അങ്ങ് എന്ത് പറയുന്നു, ഞാനത് ചെയ്യാം നബിയെ, എനിക്ക് ബൈഅത്ത് വേണം. ഉബായിഉക അലാ അൻ തഅബുദല്ലാഹ വഹദ,
നീ അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. വലാ തുശ്രിക ബിഹി ഷൈഅൻ, ശിർക്ക് ചെയ്യരുത്. വതുഖീമ സ്വലാ, നിസ്കാരം നിലനിർത്തണേ. വതുഅതിയ സകാ, സകാത്ത് കൊടുക്കണമേ. വതൻസഹൽ മുസ്ലിം, മുസ്ലിമീങ്ങൾക്ക് ഗുണം കാംക്ഷിക്കണമേ. വതബ്റഅ മിനശ് ശിർക്ക്, ശിർക്കിലേക്ക് പോകരുതേ എന്ന് നബി തങ്ങൾ എന്നോട് പറയുന്നപ്പോൾ ബയഅതുഹു, ഹബീബായ തങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്തു എന്ന് ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഉമൈമ ബിൻത് റുഖൈഖ, ഉമൈമ ബിൻത് റുഖൈഖ ഖാലത്ത്, അവര് പറയുന്നു അതൈതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനരികത്തേക്ക് വന്നു. ഈ ഹദീസ് ഇമാമുന തുർമുദി തങ്ങൾ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കിതാബുസ് സൈർ ബാബു ബൈഅത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ബൈഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഇമാമുന തുർമുദി തങ്ങൾ, ഇമാം നസായി തങ്ങൾ ബൈഅത്തുൻ നിസായിൽ ഇസ്നാദുഹു ഹസനുൻ, നല്ല ഹസനായ ഇസ്നാദോടുകൂടെ തള്ളിക്കളയാൻ പറ്റാത്ത റിവായത്തിലായി രണ്ട് ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണത്. ഉമൈമ ബിൻത് റുഖൈഖ റളിയല്ലാഹു അൻഹ അതൈതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. ഫീ നിസ്വത്തിൻ യുബായിഅന, നബിയോട് ബൈഅത്ത് ചെയ്യാൻ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നിരിക്കുകയാണ്. നുബായിഉക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നു നബിയേ. അലാ അല്ലാ നുശ്രിക ബില്ലാഹി ഷൈആ, ശിർക്ക് ചെയ്യുകയില്ല നബിയേ. വലാ നസ്രിഖ്, മോഷണം ചെയ്യൂല നബിയേ. വലാ നസ്നി, ഞങ്ങൾ വ്യഭിചരിക്കൂല നബിയേ. വലാ നഖ്തുൽ ഔലാദന, ഞങ്ങൾ ഭ്രൂണഹത്യയോ മക്കളെ കൊല്ലുകയോ ചെയ്യൂല നബിയേ. വലാ നഅതി ബിബുഹ്താനിൻ നഫ്തരി ബൈന ഐദീനാ വഅർജുലിനാ, ഞങ്ങളാരും കള്ളക്കഥകൾ ഉണ്ടാക്കില്ല നബിയേ. വലാ നഅസിക ഫീ മഅറൂഫ്, അങ്ങ് പറയുന്ന ഒരു നന്മയും ഞങ്ങൾ ചെയ്യാതിരിക്കില്ല. ഇത് ഞങ്ങൾ ഹബീബിനോട് ബൈഅത്ത് ചെയ്തു പറഞ്ഞപ്പോ ഖാല റസൂലുള്ളാഹ്, മുത്തനബി തങ്ങൾ പറയുകയാണ് ഫീമസ്തതഅതുന്ന വതഖതുന്ന, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി. അവരൊക്കെ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അർഹമു ബിനാ മിൻ അൻഫുസിനാ, ഞങ്ങളെക്കാളും അല്ലാഹും റസൂലും ഞങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവരല്ലോ. ഹലുമ്മ നുബായിഉക യാ റസൂലല്ലാഹ്, ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ നബിയെ, കൈ അങ്ങ് നീട്ടിത്തരൂ എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾ കൈ നീട്ടി കൊടുത്തില്ല. ഹബീബായ നബി ഞങ്ങൾ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ല. ഫഖാല, ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നീ ലാ ഉസാഫിഹുൻ നിസാ, പെണ്ണുങ്ങൾക്ക് ഞാൻ കൈ കൊടുക്കുന്നവനല്ല. ഇന്നമാ ഖൗലീ ലിമിഅത്തി ഇംറഅത്തിൻ കഖൗലീ ലിംറഅത്തിൻ വാഹിദ, നിങ്ങൾ ഒരാളോട് ഞാൻ പറയുന്നതും 100 ആളുകളോട് പറയുന്നതും വാക്കിലൂടെയുള്ള ബൈഅത്താണ്. അത് ഒരാൾക്കും 100 ആൾക്കും അത് മതി. കൈതൊടില്ല, ബൈഅത്ത് ചെയ്യാൻ കൈപിടിക്കില്ല. ഞാൻ എന്റെ ഭാര്യമാരെ അല്ലാതെ കൈപിടിക്കില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ വന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കൊറ്റക്കൊക്കെയായി ബൈഅത്തുകൾ ഹബീബായ തങ്ങളുടെ മുമ്പിൽ നടന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ അമലുകൾ കൊടുക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ വഴിയിലേക്ക്, ഇഹ്സാനിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എവിടെന്നാണ് ഇൽമു കിട്ടുന്നത്? എവിടെന്നാണ് ഈ പവർ കിട്ടുന്നത്? എവിടെന്നാണ് ഈ മുറബ്ബിയായ ശൈഖന്മാർക്ക് അവരുടെ മുരീദന്മാരെ നോക്കിക്കാണാൻ കഴിയുന്നത്? മഹാനായ സയ്യിദ് അവറുകൾ നമ്മളോടൊപ്പമുണ്ട്. മഹാനായ നാസ്രഹി തങ്ങളവറുകൾ, ശിഹാബ് തങ്ങളവറുകൾ, മഹാനവറുകളുടെ ഗുരുനാഥനായ ഉസ്താദ് മഹാനവറുകൾ കോഴിക്കോട് വലിയ ഖാദിയാകുന്നതിന്റെ 10 വർഷങ്ങൾക്ക് മുമ്പേ മഹാനവറുകളോട് നിങ്ങൾ ഖാദിയാകാൻ പോകുന്നുണ്ടെന്ന് കാലേക്കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാനായ തങ്ങളവറുകൾക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടല്ലോ. അത്രയും വലിയ സൂക്ഷ്മതയിൽ ജീവിച്ചൊരു മഹാൻ. ഗസാലിമാം പറയുമായിരുന്നു, ഇൻസഫത്ത് ഖുലൂബുക്കും, ഹൃദയം ശുദ്ധിയാവുകയാണെങ്കിൽ, ഖൽബ് വൃത്തിയാവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കൂത്ത് നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരും. കദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്തസ് സമാവാതി വൽ അർദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മലക്കൂത്ത് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ പോലെ ഹൃദയം ഖൽബ് ശുദ്ധിയാകുമ്പോ പരസ്പരം ആളുകളോട് വെറുപ്പില്ലാത്ത, ഖറയില്ലാത്ത, ദഗീനയില്ലാത്ത, ഹസദില്ലാത്ത, കിബിറില്ലാത്ത, റിയാ ഇല്ലാത്ത, അല്ലാഹുവിന് ഇഷ്ടമുള്ള അൽ ഔസാഫുൽ ഹമീദ, റബ്ബിന് ഇഷ്ടമുള്ള സർവമാന ഗുണങ്ങളും ഹൃദയത്തിനുള്ളിൽ സമ്മേളിക്കുമ്പോൾ അല്ലാഹു അവന്റെ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മറ്റുള്ളവരുടെ കാണാത്തത് കാണാനുള്ള കഴിവ് കൊടുക്കും, നോക്കിക്കാണാനുള്ള കഴിവ്. ഇതിനാണ് കശ്ഫ് എന്ന് പറയാ.
അള്ളാഹുവിന്റെ ഹബീബിനത് ഉണ്ടായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ കശ്ഫിനെ നമ്മൾ മുഅ്ജിസത്ത് എന്താണ് വിളിക്കുക? അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ടാകുമ്പോ നമ്മൾ കറാമത്ത് എന്ന് പറയും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോൾ നബി തങ്ങൾ ഞങ്ങളോട് മുഖം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഖീമൂ സുഫൂഫകും വതറാസു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇമാമിങ്ങളൊക്കെ പറയില്ലേ, അഖീമൂ സുഫൂഫകും വതറാസു, സ്വഫ് റെഡിയാക്കി നിർത്തണം, ഇടയ്ക്ക് ഗ്യാപ്പ് വരരുത്, ഷോൾഡർ ടു ഷോൾഡർ, എല്ലാവരും തോളോട് ചേർന്ന് നിവർന്ന് നേരെ നിൽക്കണം, സ്വഫ് വളയരുത്. നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ സ്വഫ് റെഡിയാക്കണം. എനിക്കെന്റെ പിന്നിൽ നിന്ന് നിങ്ങളെ കാണാൻ കഴിയും, എന്റെ കണ്ണു മുമ്പിലാണ്, പക്ഷെ എനിക്ക് പിറകിൽ നിന്ന് നിങ്ങളെ കാണാൻ കഴിയും. സ്വഫ് റെഡിയാക്കിക്കോളൂ, സ്വഫ് റെഡിയില്ലാത്തത് എനിക്കെന്റെ പിന്നിലൂടെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ വളരെ വലിയ മുഅ്ജിസത്തുള്ള മഹാനല്ല. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ മുഅ്ജിസത്തുകൾ ആയിരക്കണക്കിന് വന്ന നബിയാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൂസാ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിൽ 3 സ്വഹാബിമാർ ഇസ്ലാമിന്റെ പതാക ഏന്തി ഷഹീദാകുന്ന രംഗം. സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദായി, ജഅഫർ എന്നവര് ഷഹീദായി, ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഷഹീദായി, മൂസ. പിന്നെയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു മൂസയിലെ പതാക ഏന്തുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലെയാണ് അല്ലാഹു വിജയം നൽകുന്നത്. മൂസ എന്ന് പറയുന്നത് ഇന്നത്തെ മദീനയിൽ നിന്ന് 500-ലേറെ കിലോമീറ്റർ ജോർഡാനിന്റെ ഭാഗത്തേക്ക് നോർത്ത് വെസ്റ്റിലേക്ക് യാത്ര ചെയ്താൽ കിട്ടുന്ന 500-ലേറെ കിലോമീറ്റർ പോവണം. യുദ്ധം കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്കൊരു മെസ്സഞ്ചർക്ക് ആ വാർത്ത മദീനയിൽ വന്ന് പറയാൻ നേരമായില്ല. അപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടുന്നു. ഹബീബിന്റെ കണ്ണുകളിൽ നനവുണ്ട്. സ്വഹാബത്ത് മനസ്സിലാക്കി എന്തോ സങ്കടമുള്ള വിഷയമുണ്ട്. സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി മദീനയിൽ ബാക്കിയായവരെ, എന്നിട്ട് പറഞ്ഞു, സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് പതാക പിടിച്ചത്, അവർക്ക് വെട്ടേറ്റു, അവർ ഷഹീദായി. ثم أخذها جعفر فأصيب. جعفر رضي الله عنه പതാക പിടിച്ചു, അവരും ഷഹീദായി. ثم أخذها عبد الله بن رواحة فأصيب. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എന്നവർ പതാക പിടിച്ചു, അവർക്കും അല്ലാഹു തആല ഷഹാദത്ത് കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ ഹബീബിന്റെ വഇന്ന ഐനൈ റസൂലില്ലാഹി തദ്രിഫാൻ, ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ثم أخذها خالد بن الوليد من غير إمرا. ഒരു ഇമാറത്ത് നടന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ആരെങ്കിലും നിയമിച്ചതല്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ആ വിഷയം ഏറ്റെടുക്കുന്നു. ഫഫുതിഹ ലഹു, ബഹുമാനപ്പെട്ടവരുടെ കയ്യാൽ അല്ലാഹു നമുക്ക് ഫത്ഹ് തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മുഅ്തയിൽ നിന്ന് ഒരാൾ പോലും മദീനയിലേക്ക് വന്നിട്ടില്ല വിഷയം പറയാൻ. ഗൈബായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ദൂരം കിടക്കുന്ന സംഗതി നിബിതങ്ങൾ പറയുകയാണ്. ഇതിനാണ് കശ്ഫ് എന്ന് പറയാ. അത് നിബിതങ്ങൾക്ക് നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ മുഅ്ജിസത്ത് എന്ന് പറയാ. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂത അസ്സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലല്ലയോ മഹാനായ മൂസ നബി അലൈഹിസ്സലാം, റസൂലും മുകല്ലമും കലീമുള്ളയായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയോടുകൂടെ യാത്ര പോയ സംഭവത്തിൽ ഖിദ്ർ നബി അലൈഹിസ്സലാമിന് മനസ്സിലാവുകയും എന്നാൽ മൂസ അലൈഹിസ്സലാമിന് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത ഗൈബിയായ വിഷയങ്ങളെ അള്ളാഹു ചർച്ച ചെയ്തില്ലേ? 3 വിഷയം: കപ്പൽ പൊളിച്ചത്, ആ കുട്ടിയെ കൊന്നുകളഞ്ഞത്, മതിൽ നേരെയാക്കി കൊടുത്തത്. ഗൈബിന്റെ വിഷയങ്ങളാണ്. കശ്ഫായിരുന്നു അത്. സ്വഹാബത്തിനത് ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുൽ കശ്ഫ് ഉണ്ടായിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരനും ആദ്യത്തെ ഖലീഫയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുമ്പോ സ്വന്തം മോൾ ആയിഷ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇന്നഹു ലൈസ ഫീ അഹ്ലി ബഅദി അഹബ്ബു ഇലയ്യ അഹദുൻ അഹബ്ബു ഇലയ്യ ഗിനൻ മിൻക. ആയിഷ, എന്റെ മരണശേഷം രക്ഷപ്പെടണം, നിങ്ങൾക്ക് ഐശ്വര്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കാൾ വേറെ ആരുമില്ല ആയിഷ. വലാ അഅസ്സ അലയ്യ ഫഖറൻ മിൻകി വഇന്നി കുൻതു നഹൽതുകി. ആയിഷ ബീവി, നിങ്ങൾക്ക് ദാരിദ്ര്യം വരരുത്. ആ മദീനയുടെ ആലിയ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഈത്തപ്പന തന്നിട്ടില്ലേ? ആ ഈത്തപ്പന കായ്ച്ച് തമ്രാകുന്ന സമയത്ത് നിങ്ങൾ എടുത്തേക്കണം.
അത് ഇന്നമാ ഹുവ മാലുൽ വാരിഥി, അത് അനന്തരമെടുക്കുന്ന ആളുകളുടെ സ്വത്താണ്. സിദ്ദീഖ് തങ്ങൾ വഫാത്തായിട്ടില്ല. വഫാത്തായാൽ അനന്തരമെടുക്കുന്ന സ്വത്ത് എന്ന് പറയാ. വഫാത്തായിട്ടില്ല. ഇന്നമാ ഹുവ മാലുൽ വാരിഥി വ ഇന്നമാ ഹുമാ അഖവാക വ ഉഖ്താക്. ആയിഷ ബീവി, നിങ്ങൾക്ക് 2 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടല്ലോ, നിങ്ങളത് ഓഹരി വെച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മരിക്കുകയാണെന്നും എന്റെ മരണശേഷം ഇത് അനന്തര സ്വത്തായി പോകുന്നു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, 2 സഹോദരന്മാർ ശരി തന്നെ, പക്ഷെ എനിക്ക് ഒരു സഹോദരിയല്ലേ ഉള്ളത്, അസ്മാ ബീവി എന്ന ഒരു സഹോദരിയല്ലേ ഉള്ളത്. എവിടെയാണ് ഉപ്പ 2 സഹോദരിമാർ, രണ്ടാമത്തെ ആളെവിടെ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദാതു ബത്നി ഇബ്നതി ഖാരിജ, എന്റെ ഭാര്യ ഇബ്നതു ഖാരിജയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ട്, ഞാൻ മരിക്കാൻ പോകുന്നു, എന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ. ഇബ്നതു ഖാരിജ, അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഖദ് ഉൽഖിയ ഫീ റൗഇ അന്നഹാ ജാരിയ, ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഫസ്തൗസി ബിഹാ ഖൈറാ, ആയിഷ അത് നിങ്ങളുടെ ഒരു കൊച്ചു സഹോദരിയായിരിക്കും, അവരോട് നല്ല നിലക്ക് പെരുമാറണമേ. ഫവലദത് ഉമ്മ കുൽസൂം, ആ കുഞ്ഞിനാണ് പിന്നെ ഉമ്മു കുൽസൂം എന്ന് പേരിട്ടത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പ്രസവിക്കാനായിട്ട് പോലുമില്ല. എന്നിട്ട് തന്നെ സിദ്ദീഖ് 2 വിഷയം പറഞ്ഞു. ഒന്ന്, ഞാൻ മരിക്കുമെന്നും ഇത് അനന്തര സ്വത്താണ്, ഞാൻ മരിക്കുന്നു, ഇത് നിങ്ങൾ ഓഹരി വെച്ചെടുക്കണം. ആയിഷ, നിങ്ങളുടെ ഉമ്മയുടെ എന്റെ സഹഭാര്യയായ നിങ്ങളുടെ ഉമ്മയുടെ കൂടെ കഴിയുന്ന ഇബ്നതു ഖാരിജ എന്നവര് ഗർഭിണിയാണ്, അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മോളോട്, നിങ്ങളുടെ സഹോദരിയോടും അവർക്കും നിങ്ങൾ സ്വത്തോഹരി വെച്ചു കൊടുക്കണമേ എന്ന് ജനിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അള്ളാഹു നൽകുന്ന കശ്ഫായിരുന്നു, ഇൽഹാമായിരുന്നു. വഫീഹി കറാമതാനി, താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ലാഹ് ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, 2 കറാമത്തുകളാണ് ഇവിടെ ഉള്ളത് സിദ്ദീഖ് തങ്ങൾക്ക്. ഒന്ന്, അനന്തരമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ രോഗത്തിൽ വഫാത്താകുന്നു. രണ്ടാമത്തേത്, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുട്ടിയാണ്. ഇത് 2 മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന കിതാബിൽ ശൈഖ് യൂസുഫ് നബ്ഹാനി സംഭവം പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ, ലഖദ് കാന ഫീ മൻ ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളിലുണ്ട് മിനൽ ഉമമി നാസുൻ മുഹദ്ദസൂൻ, അല്ലാഹുവിൽ നിന്ന് ഇൽഹാമുകൾ സ്വീകരിക്കുന്ന ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫഇയകു ഫീ ഉമ്മതി അഹദുൻ ഫഇന്നഹു ഉമർ, അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. നഹാവന്തിൽ കടന്നിറങ്ങും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തായിരുന്നത്. 1000കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് നഹാവന്തിൽ യുദ്ധത്തിന് പോയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായിയായിരുന്ന സാരിയ ബിൻത് സലീം അൽ ഖൽജി റളിയല്ലാഹു അൻഹുവിന് വിജയമുണ്ടായത് മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ഉമർ തങ്ങൾ പറയുന്ന വാക്കാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, പർവ്വതം നോക്കണം സാരിയ. ഇറാനിലാണ് സംഭവം, മദീന ജസീറത്തുൽ അറബിലാണ്. അവിടെ നിന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 1000കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് നോക്കി പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ കറാമത്താണ് സ്വഹാബത്തിന്റെ. എത്രയോ സംഭവങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങൾ അല്ലാമ ഇബ്നു അസാകിർ മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇൻകാന റജുലു ലയുഹദ്ദിസു ഉമർ ബിൽ ഹദീസ്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഏതെങ്കിലും ഒരാൾ വന്ന് വല്ല വർത്തമാനവും പറയുകയാണെങ്കിൽ ഫയക്ദിബുൽ കിദ്ബ, നുണ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇഹ്ബിസ് ഹാദിഹി, അതവിടെ വെച്ചേക്ക്. എന്നിട്ട് കാര്യം പറയും. ഇടക്ക് നുണ പറഞ്ഞാൽ ഉടനെ പറയും ഇഹ്ബിസ് ഹാദിഹി, അത് പറയേണ്ട നുണയാണ്. പിന്നെ കാര്യം പറയും. അങ്ങനെ അവസാനം വന്നാള് പറയും, ഉമർ എന്നവരെ ഞാൻ ആ പറഞ്ഞതെല്ലാം സത്യമാണ്, എന്നോട് നിങ്ങൾ മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ, പിടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, അത് നുണ തന്നെയായിരുന്നു. പറയുമ്പോഴേക്കും കാണും ഉമർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഫഇന്നഹു മിനൽ മുകല്ലമീൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്, സമയം വൈകിയത് കൊണ്ട് സ്വഹാബത്തിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഖലീഫമാരിലൂടെ നൽകി, അവിടത്തിന് ശേഷം ആരിഫീങ്ങൾക്ക് കൈമാറുന്നു. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന മുഹമ്മദ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ലാഹ്, 2 പേരും പരിശുദ്ധമായ മക്കയുടെ ഹറമിൽ നിൽക്കുന്നു. നല്ല രസകരമായ ഒരു സംഭവം. ഇവരൊക്കെ ഫിറാസത്തിന്റെ അഹ്ലുകാരാണ്. മുഖത്ത് നോക്കി അങ്ങനെ കാര്യം മനസ്സിലാവും. അങ്ങനെയാണ് മഹാനായ കണ്യാല മൗല റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിറ എത്രയോ കാര്യങ്ങൾ അങ്ങനെ പച്ചയിൽ നോക്കി പറഞ്ഞിട്ടില്ലേ, എത്ര ആളുകളോട്, എത്രയായിരം അനുഭവങ്ങൾ. ഒറ്റ കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ മൻ ആജാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. മഹാനായ മൗല അവറുകളൊക്കെ ആരെങ്കിലും മനസ്സിലാക്കാൻ വൈകിപ്പോയത് കൊണ്ടോ, മനസ്സിലായിട്ട് തജാഹുല് ചെയ്തിട്ട് മനസ്സിലാവാത്ത പോലെ നടിച്ചതുകൊണ്ടോ മഹാനവറുകളെ പറ്റി ചീത്ത പറയുകയോ
അല്ലെങ്കിൽ മഹാനവറുകളെ പറ്റി പറയാൻ പാടില്ലാത്തത് എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ ആഖിബത്തൊക്കെ കണ്ടറിഞ്ഞ് കാണേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം അവരൊക്കെ ഇൽഹാമിന്റെയും കശ്ഫിന്റെയും ആളുകളായിരുന്നുവെന്ന് ആയിരക്കണക്കിന് സജ്ജനങ്ങളുടെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ ഷഹാദത്താണ്. അവര് സാക്ഷി പറയാൻ അള്ളാഹു ആ കഴിവ് യുഗാന്തരങ്ങളിലൂടെ കൈമാറിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് കാന ബിഫിനാഇൽ കഅബ, കഅബയുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്തുണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ബാബിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു വരുന്നു. അപ്പോ ഇമാമുന ശാഫിഈ തങ്ങളും കൂട്ടുകാരനും ഒരാൾ പറഞ്ഞു, അയാളെ കണ്ടിട്ട് ഒരു ആശാരിപ്പണി എടുത്ത ആളെ പോലെ ആശാരിയാണെന്ന് തോന്നുന്നു. മുഹമ്മദ് ഇബ്നു ഹസൻ എന്നവർ പറഞ്ഞു, ആളെ കണ്ടിട്ട് കൊല്ലനാണെന്ന് തോന്നുന്നുണ്ട്. ഏത് ഇരുമ്പിന്റെ പണിയെടുക്കുന്ന ആളാണ്, ഹദ്ദാദാണ്, ബ്ലാക്ക് സ്മിത്ത് ആണ്. മറ്റേ പറഞ്ഞു കാർപ്പന്റർ ആണ്. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു കാർപ്പന്റർ ആണ്. മുഹമ്മദ് ഇബ്നു ഹസൻ തങ്ങൾ പറഞ്ഞു എന്ത്, ആള് കൊല്ലനാണെന്ന് പറഞ്ഞു. അത് കേട്ടുന്ന ഒരാൾ ഇയാളുടെ ഓടിച്ചത്, അല്ല നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ കുന്തു നജ്ജാറൻ വഅനൽ യൗമ ഹദ്ദാദ്, ഞാന് കാർപ്പന്റർ ആയിരുന്നു, മരപ്പണിക്കാരനായിരുന്നു, ഇപ്പോ കൊല്ലപ്പണിക്കാരനാ. സുബ്ഹാനല്ലാഹ്. രണ്ട് ഇമാമിയങ്ങൾ നോക്കി പറഞ്ഞത് രണ്ടും ശരിയായിരുന്നു. ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു നജ്ജാർ, മരപ്പണിക്കാരനാണ്, ആശാരിയാണ്. മുഹമ്മദ് ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് പറഞ്ഞു ഹദ്ദാദ. രണ്ടും ശരിയായിരുന്നു. ഒരുപാട്. ദഖൽതുൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് ഞാൻ ചെന്നു എന്ന് അബൂ സഈദ് അൽ ഖറാസ് റഹിമഹുല്ലാഹ്. അവിടെ ഒരു ഫഖീറായ മനുഷ്യൻ കിടക്കുന്നുണ്ട്. അലൈഹി ഖിർഖതാൻ, അള്ളാഹുവിന്റെ ത്വരീഖത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ ദുനിയാവിൽ നിന്ന് സുഹുദ് ചെയ്തവരാണ്, പരിത്യാഗം ചെയ്തവരാണ്. അലൈഹി ഖിർഖതാനി, രണ്ട് ഏതോ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് രണ്ട് വസ്ത്രകഷ്ണവുമായി ഒരു ഫഖീറായ മനുഷ്യനെ ഞാൻ മസ്ജിദുൽ ഹറാമിൽ കണ്ടു. അബൂ സഈദ് അൽ ഖറാസ് റഹിമഹുല്ലാഹ് പറയാ, അങ്ങനെ കണ്ടപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇവരൊക്കെ മുസ്ലിം ഉമ്മത്തിന് ഭാരമല്ലേ? ഫഖീറായി നടക്കുന്നവർക്ക് തിന്നാൻ മുസ്ലിമീങ്ങൾ കൊടുക്കണ്ടേ? ഇവരുടെ കാര്യം മക്കളെ കെട്ടിക്കാൻ മുസ്ലിമീങ്ങൾ ചെയ്യണ്ടേ? ഇങ്ങനെ നടന്നാ കുടുംബം നോക്കാൻ കഴിയോ? ഇവരൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഭാരമല്ലേ എന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. അയാൾ എന്നെ വിളിച്ചു, നാദാനി, ഇവിടെ വാന്ന് പറഞ്ഞു, ഒരു ആയത്ത് ഓതി തന്നു. വഅലമൂ അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ. വഅലമൂ, അറിയണമേ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ നിങ്ങൾ പറയുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. ഫഹ്ദറൂ, അതുകൊണ്ട് അല്ലാഹനെ പേടിച്ചോളൂ. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചിട്ടേ ഉള്ളൂ ഇയാളെ പോലുള്ള മുസ്ലിമീങ്ങൾക്ക് ഭാരല്ലേ? അപ്പോഴേക്കും അല്ലാഹനെ പേടിച്ചോ. കൽബിൽ പറയണൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. ഉടനെ ഞാൻ തുബത്തു, അല്ലാഹുവേ പുറത്തു തരണേ, എന്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം അല്ലാഹു അടിമകളുടെ തൗബ സ്വീകരിക്കുന്നവനാണല്ലോ. ഞാൻ തൗബ ചെയ്തത് പറഞ്ഞു, ഞാൻ മനസ്സിലായി വിചാരിച്ചത് പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ശിർക്ക് ചെയ്യാന്നല്ല ഇതിന്റെ അർത്ഥം. അള്ളാഹു കൊടുക്കുന്ന കശ്ഫ് കൊണ്ടവർ പറയാണ്. അള്ളാഹുവിന്റെ കഴിവൊരു മനുഷ്യനില്ല. അത് നമ്മുടെ അഖീദയാണ്, ശരീഅത്താണ്. ഇമാമുന മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളും അവരെ പോലെയുള്ള ആളുകളൊക്കെ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, കുല്ലു ഹഖീഖത്തിൻ ലാ തശ്ഹദു ലഹ ശരീഅ ഫഹിയ സിൻദഖ. ഏത് ഹഖീഖത്തും, ത്വരീഖത്തോ ഹഖീഖത്തോ, ഏത് ഹഖീഖത്തും ലാ തശ്ഹദു ലഹ ശരീഅ, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കാത്തത് ഫഹിയ സിൻദഖ, ഇസ്ലാം എന്ന് പുറത്താണ്. തുർഇലൽ ഹഖ് അസ്സ വജൽ ബിജനാഹിൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചിറകുകളിലായി അല്ലാഹുവിലേക്ക് നീ പറന്നേക്കണം എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. വദ്ഖുൽ അലൈഹി വയദുക ഫി യദി റസൂലില്ലാഹ്, നിന്റെ കൈ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നോളൂ. ഈ ത്വരീഖത്തിന്റെയും തസവുഫിന്റെയും അടിസ്ഥാനം ശരീഅത്തുല്ലാഹ് അൽ കിതാബ് വസ്സുന്ന, അല്ലാഹുവിന്റെ ഖുർആനും തിരുനബിയുടെ സുന്നത്തും തന്നെയാണ്. അതിനെ വിഭിന്നമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തസവുഫിനെയോ അതിന്റെ ഉലമാഇനെയോ അല്ല ചീത്ത പറയേണ്ടത്. മുസ്ലിമാണെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്നവരില്ലേ, അതുകൊണ്ട് ഇസ്ലാം മോശാന്ന് പറയാൻ പറ്റുമോ? മുസ്ലിമായിട്ട് കള്ളുടിക്കുന്നവരില്ലേ, മുസ്ലിമായിട്ട് എന്തെല്ലാം ദുൽമ് ചെയ്യുന്നവരുണ്ട്, എന്തെല്ലാം അക്രമം ചെയ്യുന്നവരുണ്ട് എന്ന് വിചാരിച്ച് ഇസ്ലാമിനെ എതിർക്കാൻ പറ്റുമോ? അപ്പോ ഈ ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും ഒക്കെ അടിസ്ഥാനം അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും തന്നെയാണ് എന്ന് ആര് പറഞ്ഞു? മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ മഹാനവറുകൾ തസവുഫിന്റെ വിഷയം വിവരിച്ചെടുത്ത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുപോലെ തന്നെ
ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തർക്കുൽ ഇബാദാത്തിൽ മഫ്റൂദത്തി സിന്ദഖ, അല്ലാഹു തആല ഫർളാക്കിയ നിർബന്ധമാക്കിയ ഫർളായ ഇബാദത്തുകൾ ഉപേക്ഷിക്കുന്നതും ഇസ്ലാമിന് അന്യമാണ്. വർത്തികാബുൽ മഹ്ദൂറാത്തി മഅസിയ, തിന്മകൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ലാ തസ്ഖുതുൽ ഫറായിദു അൻ അഹദിൻ ഫീ ഹാലിൻ മിനൽ അഹ്വാൽ, ബുദ്ധിയുള്ള മുകല്ലഫായ മനുഷ്യൻ, സ്വബോധമുള്ള മുകല്ലഫായ ബാലിഗായ മനുഷ്യന് അല്ലാഹു നിർബന്ധമാക്കിയ ഒരു ഫർളുമില്ലാതെയാവില്ല. ഒരാൾ നിസ്കരിക്കാതിരിക്കുന്നത്, തസൂഫിന്റെ മാർഗത്തിലേക്ക് കടന്ന ഒരു മനുഷ്യൻ ആഖിലും ബാലിഗും മുകല്ലഫുമാണെങ്കിൽ അവർ നിസ്കരിച്ചിരിക്കും. പിന്നെ അവർക്ക് ഗൈബൂബത്തിന്റെ ഹാലാണ്, സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തക്ലീഫ് നീങ്ങിക്കഴിഞ്ഞ അവസ്ഥകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചല്ല. അല്ലാതിരുന്നാൽ നിസ്കാരം ഒഴിവാകുന്നില്ല, നോമ്പ് ഒഴിവാകുന്നില്ല, സക്കാത്ത് ഒഴിവാകുന്നില്ല. ഇസ്ലാമിന്റെ ഫർളുകളും ഹബീബായ തങ്ങളുടെ സുന്നത്തുകളും എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് തസൂഫിന്റെ മാർഗം മുന്നോട്ട് പോകുന്നത്. മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹ്മഹുല്ലാഹ്, ഉസൂലുനാ സബ്അത്തു അഷ്യാ, തസൂഫിന്റെ അടിസ്ഥാനം 7 വിഷയങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ടവർ തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഈ ഇൽമിന്റെ അഖിലുകാരായ ആലിമീങ്ങൾ എന്ത് പറഞ്ഞു ഈ ഇൽമിനെ കുറിച്ച് എന്ന് പരിശോധിക്കണം. അതറിയാതെ ഏതെങ്കിലും കള്ളത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഇൽമിനെയും ഈ പ്രസ്ഥാനത്തെയും അള്ളാഹുവിന്റെ വഴിയിലേക്കുള്ള ത്വരീഖത്തിനെയും നമുക്ക് എതിർക്കാൻ പാടുള്ളതല്ല. മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹ്മഹുല്ലാഹ്, ഉസൂലുനാ സബ്അത്തു അഷ്യാ, 7 വിഷയങ്ങളിലാണ് തസൂഫ് കിടക്കുന്നത്. അത്തമസ്സുകു ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ്, അല്ലാഹുവിന്റെ ഖുർആൻ. വൽഇഖ്തിദാഉ ബിസുന്നത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. വഅക്ലുൽ ഹലാലി വകഫുൽ അദാ, ഹലാൽ തിന്നുകയും ഉപദ്രവം ചെയ്യാതിരിക്കുകയും, വജ്തിനാബുൽ ആഥാം, തെറ്റ് ചെയ്യാതിരിക്കുകയും, തൗബ വഅദാഉൽ ഹുഖൂഖ്, തൗബ ചെയ്യുകയും ഹക്കടപാടുകൾ കൃത്യമായി കൊടുത്തുവിട്ടുകയും ചെയ്യാം. മഹാനായ ഇമാമുന സുലമി ബഹുമാനപ്പെട്ടവർ തബഖാത്തു സുഫിയയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഈ വിഷയങ്ങളിലൂടെയാണ് സത്യസന്ധമായ തസൗഫ് കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കശ്ഫുകൾ നൽകി. ഖൈറുൻ നസ്സാജ് റഹ്മഹുല്ലാഹ്, ഗസാലി ഇമാമിന്റെ ശൈഖാൻ, മഹാനവറുകൾ, കുൻതു ജാലിസൻ ഫീ ബൈതി, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാം, അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു ജുനൈദുൽ ബഗ്ദാദി എന്റെ വീടിന്റെ മുമ്പിലുണ്ട്. കണ്ടിട്ടല്ല, മനസ്സിൽ ഇങ്ങനെ തോന്നി. അതുണ്ടാവില്ല. ജുനൈദുൽ ബഗ്ദാദി എങ്ങനെ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ വരിക? അതുണ്ടാവില്ല. രണ്ടാമതും മൂന്നാമതും എന്റെ മനസ്സ് തന്നെ പറയുന്നു ജുനൈദുൽ ബഗ്ദാദി വീട്ടുമുറ്റത്തുണ്ട്. ആര് പറയാ? ഖൈറുൻ നസ്സാജ് റഹ്മഹുല്ലാഹ്, ഗസാലി ഇമാം പറയുന്നുണ്ട്, ഞാൻ ആദ്യം മനസ്സിലാക്കിയ കർമ്മശാസ്ത്ര ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ നടത്തിയ അവഗാഹമുള്ള എന്റെ ഇൽമിനപ്പുറം ശരീഅത്തുൽ ഇസ്ലാം ഉണ്ടാവാനിടയില്ല. പക്ഷേ മഹാനായ ഖൈറുൻ നസ്സാജ് റഹ്മഹുള്ളയുടെ കൂട്ടത്തിൽ തർബിയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇതിന്റെ രുചി എനിക്ക് മനസ്സിലായത്. ഞാൻ ആ കഴിച്ചുകൂട്ടിയതൊക്കെ വൃഥാവിലായിപ്പോയോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു എന്നൊക്കെ ഗസാലി ഇമാം പറയാൻ കാരണം ഈ മഹാന്റെ കൂടെ കൂടിയതാണ്. അപ്പോ 2-3 തവണ ചിന്ത വന്നപ്പോ ഞാനൊന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ നോക്കുമ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വാതിലിന്റെ മുമ്പിലുണ്ട്. എന്നോട് പറഞ്ഞു, ലിമലം തഖ്റുജ് മഅൽ ഖാതിറിൽ അവൽ, ആദ്യം തോന്നിയില്ലേ എന്തേ അപ്പം വാതിൽ തുറക്കാതിരുന്നത്? സുബ്ഹാനല്ലാഹ്, ആദ്യം തോന്നിയില്ലേ ഞാൻ അവിടെ ഉണ്ട്, എന്തേ അന്നേരം വാതിൽ തുറക്കാതിരുന്നത് എന്നോട് ജുനൈദുൽ ബഗ്ദാദി ചോദിച്ചു റഹ്മഹുല്ലാഹ്. അപ്പൊ ഇതിന്റെയൊക്കെ തുടർച്ചയാണ് മഹാനവറുകളുടെ കറാമത്തോ മഹാനായ മൗലാ അവറുകളുടെയോ മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ് അവരുടെയോ ഒക്കെ അനുഭവങ്ങളിൽ മറ്റു മശായിഖന്മാർ നമ്മൾ കേൾക്കുന്ന കറാമത്തുകളോ മറ്റു ഇൽഹാമുകളോ നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാർക്ക്, ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക്, തസവുഫിന്റെ ഉലമാഇന് അല്ലാഹു നൽകുന്ന ഇൽഹാമുകളിലേക്ക് ചേർത്ത് വായിക്കണം. ഇതൊന്നും ലോകത്ത് പുത്തിരിയല്ല, ഇതൊന്നും ഇപ്പൊ മുളച്ച സംഗതിയല്ല. മുമ്പേ ഉള്ളത് സ്വഹാബത്തിലൂടെ, അഷ്റഫുൽ ഖൽഖിലൂടെ, താബിഈങ്ങളിലൂടെ ഇങ്ങോട്ട് കടന്നു വന്നത്. സമയം ബാങ്ക് കൊടുക്കാനായോ? ഉണ്ടോ? ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് പറയും, മഹാനവറുടെ മുമ്പിൽ ഒരു നസ്രാനി, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വന്നിരിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ ജുമുഅത്ത് പള്ളിയിൽ നിസ്കരിച്ചു. അവിടെ ആളുകൾക്ക് വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറത്തുനിന്ന് വന്നിട്ട് ഒരു നസ്രാനിയായ മനുഷ്യൻ ചോദിച്ചു, അയ്യുഹ ശൈഖ്, ശൈഖ് അവറുകളെ, മാ മഅനാ ഹദീസ് ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഇമാം തുർമിദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കി കാര്യം പറയണം, മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളായ ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്,
അള്ളാഹു കൊടുക്കുന്ന നൂറ് കൊണ്ടാണ് അവർ നോക്കുന്നത് എന്ന നിങ്ങളുടെ നബിയുടെ ആ ഹദീസിന്റെ അർത്ഥം എന്താ? ആ ഹദീസിന്റെ അർത്ഥം എന്താ? അദ്ദേഹം ഒരു മുസ്ലിം ചോദിക്കണ പോലെ ചോദിക്കുന്നത്. ജുനൈദുൽ ബഗ്ദാദി തങ്ങളോടാ ചോദിക്കും. ഒരാൾ ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഇടതിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം, ഒരാൾ ചോദ്യം കൊടുത്തയച്ചു. ഇത് കൊടുത്തത് മുസ്ലിമോ പെട്ടെന്ന് അറിയില്ലല്ലോ. ജുനൈദുൽ ബഗ്ദാദിയോടെ ഈ ഹദീസിനെ പറ്റിയാ ചോദിക്കുന്നത്. ജുനൈദ് റളിയല്ലാഹു അൻഹു തലങ്ങട്ട് താഴ്ത്തിയിട്ട് തലപൊക്കി, അസ്ലിം ഫഖദ് ജാഅ വഖ്തു ഇസ്ലാമിക, എടോ നീ മുസ്ലിം ആയിക്കോ, നിനക്ക് മുസ്ലിം ആവാൻ നേരായിട്ടുണ്ട്. അസ്ലമൽ ഗുലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നീ ക്രിസ്ത്യാനിയാണെന്ന് നീ മുസ്ലിം അല്ല എന്നും എനിക്ക് മനസ്സിലായി എന്നതിന്റെ അർത്ഥം. അതങ്ങ് പേര് ചോദിക്കുന്നതിന്റെ മുമ്പ് നാട് ചോദിക്കാതെ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആയിരക്കണക്കായ കശ്ഫുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സംഭവങ്ങൾ. നമ്മുടെ സമയം വൈകിയത് കൊണ്ട് ചുരുക്കി പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കളുടെ വഴിയിലൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് നമ്മുടെ ഖൽബിലേക്ക് കിട്ടത്തക്ക രീതിയിൽ തർബിയത്തിന്റെ മഹാന്മാരുടെ കൂടെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹു നമുക്ക് അടുപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക എന്ന് ദുആ ചെയ്യാനാ ആലിമീങ്ങൾ പറയാ. പടച്ചവനെ, നിന്നിലേക്ക് അടുപ്പിക്കുന്നവരാരോ അവരെ നീ എനിക്ക് അടുപ്പിച്ചു തരണമേ. അതുകൊണ്ട് ഈ മാർഗത്തെ സംബന്ധിച്ച് ഇതിനിപ്പോ ദിക്റുകളെ സംബന്ധിച്ച്, ദിക്ർ എങ്ങനെ ചൊല്ലണം, ഉറക്കെ ചൊല്ലണോ, മെല്ലെ ചൊല്ലണമോ, ദിക്റിന്റെ സമയത്തുള്ള ഹറക്കത്തുകളെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ, തസൂഫിന്റെ ഒരുപാട് മേഖലകൾ ഇനിയും ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ